in our life. നന്ദി കർത്താവേ. ഒരു വാക്യം വേഗത്തിൽ എന്ന് വായിക്കാം. We are going to read one word now. മത്തായിയുടെ സുവിശേഷം എബ്രായ ലേഖനം Hebrew ചാപ്റ്റർ 11 വേഴ്സ് 1. Hebrew chapter 11 verse 1. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അത്രേ. എബ്രായ ലേഖനം സിസ്റ്ററെ മൊബൈലിലാണെന്ന് നമുക്ക് കുഴപ്പമില്ല. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആ വാക്യം എന്ന് പറഞ്ഞത്. എബ്രായ ലേഖനവും ലൂക്കോസിന്റെ സുവിശേഷമാണ്. ലൂക്കോസ് 17-ന്റെ 2-3 ആണേ. ഞാൻ പറഞ്ഞങ്ങ് എടുത്തിട്ട് പറഞ്ഞാൽ മതിയേ. അപ്പൊ എബ്രായ ലേഖനം നമ്മളെ തുടർമാനമായിട്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. വിശ്വാസം എന്ന് പറയുന്നത് ഇന്നാളെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കറൻസി പോലെയാണ്. ദൈവരാജ്യത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ മേടിക്കുവാനുള്ള ഒരു കറൻസി പോലെയാണ് വിശ്വാസം എന്നുള്ളത്. Okay. Hebrew 11:1 says, "Now faith is the substance of things hoped for, the evidence of things not seen." And the faith is like a currency. നോക്കിക്കേ, ഇവിടെ അറിയാം അൺസീൻ വേൾഡിൽ, അതായത് നമ്മൾ ഇതുവരെ കാണാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത അൺസീൻ വേൾഡിൽ മറഞ്ഞിരിക്കുന്നതിനെ എടുക്കുന്നതാണ് വിശ്വാസം എന്നുള്ളത്. The faith is the thing which is unseen, which we are going to take. നമുക്ക് പലപ്പോഴും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. There is a world which we cannot see, which is hidden from our eyes. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ്. All the blessing is in that unseen realm. നമ്മൾ ആ വാക്ക് വായിച്ചപ്പോൾ കണ്ട the evidence of the things not seen, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. The evidence of the things which not seen. നോക്കിക്കേ, അപ്പൊ ഈ അൺസീൻ വേൾഡിൽ നമുക്ക് ഇതുവരെ കാണാത്ത ഈ ലോകത്തില് നമ്മളിപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും കണ്ണു തുറന്ന് കാണുന്നതിനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ കണ്ടുകൊണ്ടാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സിറ്റുവേഷൻ അത് മാത്രം. Okay, we will pray whatever in this situation. So we are praying for that situation. ഇപ്പൊ നിങ്ങളൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ വിഷയമായിരിക്കാം, നിങ്ങളുടെ തലമുറയുടെ വിഷയമായിരിക്കാം, വീട്ടിലെ വിഷയമായിരിക്കാം, ജോലി വിഷയമായിരിക്കാം. ഇതെല്ലാം നമ്മൾ കാണുന്ന വിഷയങ്ങൾ അല്ലേ? So when we got the jolly, the problem of the situation which is our problem, family. So this is our situation, what we see. വിശ്വാസം എന്ന് പറയുന്നത് the faith is അൺസീൻ വേൾഡില്, the seen which is not seen. ഇന്ന് ആ വാക്യം വായിച്ചതുപോലെ now faith is a substance of the things hoped for അല്ലേ? സ്ട്രേ അങ്ങനെയല്ല വായിച്ചേക്കുന്നത്? അത് വേർഷം വ്യത്യാസം ഉണ്ടോ? ഇല്ല, സെയിം തന്നെ. നമ്മൾ ഇതുവരെ കാണാത്ത, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ. അപ്പം നമുക്കിപ്പോ കണ്ണുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. We can't see anything now with the eyes. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മൊത്തം നമ്മുടെ വിഷയങ്ങളാ. So whatever we seeing is our problems. നമുക്ക് സങ്കടം വരുന്ന വിഷയങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ഞെരുക്കം, സാമ്പത്തികം എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. All the things what we seeing is a pain, sorrow. നമ്മൾ ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ we are seeing this and praying. നമ്മുടെ അകത്ത് വിശ്വാസം പ്രവർത്തിക്കത്തില്ല. So the faith in our heart is not working. പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കാത്തതിന്റെ കാരണം, many times our faith is not working. നമ്മൾ അൺസീൻ വേൾഡിനെ കാണാതെയാണ് പലപ്പോഴും വിശ്വസിക്കുന്നത്. We are praying for not praying for the unseen world. ദൈവം തരുന്നത് നോക്കുവല്ല നാം ചെയ്യേണ്ടത്. We are not praying for what God is giving. ദൈവം വെച്ചിരിക്കുന്നതിനെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. God has kept something for us that we have to take. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. God has kept many greater things. നമ്മൾ എബ്രായ ലേഖനം വായിച്ചപ്പോൾ പറഞ്ഞ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞല്ലേ? Okay, Hebrew 11 says, "Now the faith is the substance of things hoped for, and evidence of things which we have not seen." നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. So the seen which is not seen. നിങ്ങൾ ആ വാക്ക് കണ്ടായിരുന്നോ? the evidence of the things not seen. കാണാത്ത കാര്യങ്ങളുടെ ഒരു പ്രൂഫാണ്, തെളിവാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ തെളിവെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Can anybody say what is the proof? എന്താ തെളിവെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു. അടയാളം
അതായത് ഒരു കാര്യം അത് ഉറപ്പിക്കാൻ അത് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവ്. നമ്മൾ പലപ്പോഴും ഈ വാക്ക് കേൾക്കുന്നത് കോടതിയിലാണ് അല്ലേ? ഈ വാക്ക് കേൾക്കുന്നത് അതെ, കോടതിയിൽ തെളിവുണ്ടെങ്കിൽ ആ കേസ് വിജയിക്കുള്ളൂ. കോടതി നമ്മളോട് ചോദിക്കും തെളിവുണ്ടോ എന്ന് ചോദിക്കും അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്ത് സാൻഡ്ര ഇത് കോടതി പലപ്പോഴും നമ്മളോട് ചോദിക്കും തെളിവ് എന്താണ് നിങ്ങളുടെ ഉള്ളത്. The court many times the judge asks, do you have any proof? നമുക്കറിയാം തെളിവില്ല എങ്കിൽ എത്ര വലിയ പ്രതിയാണെങ്കിലും കോടതി പറയും ഇയാൾ നിരപരാധി, ഇയാളെ വിട്ടയക്കും എന്ന് പറയും. In the court, if you don't have proof, then the court will say to set them free. അപ്പൊ കോടതി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എവിഡൻസ് എന്നുള്ളത് അല്ലേ? So the court always asks for evidence. നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല അല്ലേ? But in normal life, we don't ask for any evidence. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം കിടക്കുന്നോടം വരെ ജീവിതത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കാറില്ല. In our daily life, from morning to evening, nobody asks for the evidence. കാര്യം നമുക്ക് അതിന്റെ ആവശ്യമില്ല. Because we don't need them. പക്ഷെ കോടതി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ വേണ്ടത് എവിഡൻസ്. ഒരു വാക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും കോടതിയിൽ. നമുക്ക് എപ്പോഴും ആ വാക്ക് മാത്രം പറഞ്ഞാൽ കോടതിയിൽ എപ്പോഴും നമുക്ക് എവിഡൻസ് കേൾക്കാൻ പറ്റും. The court every time they'll ask the word of evidence. എന്താണ് ഈ എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ what is this evidence means? അതായത് ഒരു കാര്യത്തെ പ്രൂവ് ചെയ്യുന്നതാണ് എവിഡൻസ്. To prove the things is evidence. നമുക്കറിയാം നമ്മൾ ഡൈനോസറിനെ കണ്ടിട്ടില്ല, നമ്മൾ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല നേരിട്ട്. We have never seen dinosaur yet. പക്ഷെ നമ്മൾ ഡൈനോസർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിന്റെ കാരണം we believe there was a dinosaur ഇതിന്റെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. because we have received these fossils. സാധാരണ ജീവികളെക്കാൾ വലിയ അസ്ഥികൂടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, സ്കെൽറ്റൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? Yeah, we have always received the skeletons. അപ്പൊ ഇത് വെച്ച് നമുക്ക് മനസ്സിലായി ഭയങ്കരമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ഡൈനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു. So because of the big skeleton, we know there was a dinosaur was alive. ഇതൊരു പ്രൂഫാണ്. This is the evidence. ഇതേപോലെ ബൈബിൾ പറയുന്നത് എവിഡൻസ് ഓഫ് ദ തിങ്സ് നോട്ട് സീൻ, കാണാത്ത കാര്യങ്ങൾ എനിക്ക് കിട്ടുമെന്നുള്ള തെളിവാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. The faith is that which we are not seen, that we will get it, will receive. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്, വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രൂഫാണ്. The faith is the evidence. എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ if you say you have a faith, അതിന്റെ അർത്ഥം ഇന്ന് ഞാൻ കാണാത്ത പല കാര്യങ്ങളും എന്റെ മുമ്പിൽ വരും എന്നതിന്റെ പ്രൂഫാണ് ഫെയ്ത്ത്. the faith is that you know you have many things, but you have faith that you will get it. നിങ്ങൾ നോക്കുമ്പോൾ രോഗമായിരിക്കും കാണുന്നത് അല്ലേ? കണ്ണുകൊണ്ട് കാണുന്ന രോഗങ്ങളായിരിക്കാം. You will see sickness with your eyes. പക്ഷെ യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന സൗഖ്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ആർക്കെങ്കിലും? But we can't see the healing by the stripe of Jesus. പക്ഷെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് മെഡിക്കൽ റിപ്പോർട്ട് കാണാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ രോഗം കാണാൻ പറ്റും. We can see the report of the sickness, and we can see the sickness in our body. ഇന്ന് അതിനെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് വചനം പറഞ്ഞൊരു തെളിവുണ്ട് സൗഖ്യമാകുമെന്നതിന്. But we are going to cancel it, and we got the evidence that we will be healed. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. This is the faith. നമുക്ക് വിശ്വാസം എന്ന ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ we are going to open the faith of box. ഇതിനകത്ത് ഒത്തിരി പ്രൂഫ് ഉണ്ട്, ഒത്തിരി തെളിവുകളുണ്ട്. But this box has a lot of evidence. ഈ തെളിവിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. This evidence is the word of God. ഇത് വെച്ചോണ്ട് വേണം നമ്മൾ വിശ്വസിക്കാൻ. We must have with this word of God we must have faith. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കാണുമെന്ന് പറ. Just say that അപ്പൊ ഞാൻ വചനം വെറുതെ വായിക്കാനുള്ളതല്ല, വിശ്വസിക്കാനുള്ളതാണ്. പറഞ്ഞു മിസ്റ്റർ. the word is not for reading, but you must read with faith. അപ്പൊ നമ്മൾ പലപ്പോഴും ബൈബിളുമായിട്ടിരുന്ന് കരയാറുണ്ടല്ലേ? Sometimes we read Bible and cry. പലപ്പോഴും ബൈബിൾ ചേർത്ത് പിടിച്ച് പലരും വിഷമിക്കാറുണ്ട്. Sometimes people hold the Bible toward the chest and get worried. എന്റെ പ്രിയരെ, ബൈബിൾ തുറന്നിട്ട് പറയണം, ഇതിന്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ എനിക്ക് തെളിവാണ്, എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നതിന്റെ പ്രൂഫാണ് ഈ വചനം. But you must have faith that the word of God, what is there, it is a proof and evidence in my life. ഞാൻ എന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ അവിശ്വസിക്കുന്നു. I cancel the report of the medical report. എന്റെ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു.
cancel my all the sickness. എനിക്ക് വലിയൊരു തെളിവ് കിട്ടി, യേശുവിൽ എനിക്ക് അത്ഭുതമുണ്ട്. I got a evidence that I have a healing and mighty miracle in Jesus നോക്കിക്കേ, Christ. ഇവിടെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായം എന്ന് നോക്കിയാൽ ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 1 and 2, 3 വായിച്ചു സിസ്റ്ററെ. ലൂക്കോസ് ചാപ്റ്റർ 17, ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 1, 2, 3. ഞാൻ അവിടെ വായിക്കാൻ ശേഷം എടുത്തു വെച്ചോണേ. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, യേശു തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ഇടർച്ച വരാതിരിപ്പാൻ ഇന്നത് അസാധ്യം, എങ്കിലും വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ തിരികല്ല് തന്റെ കഴുത്തിൽ കെട്ടി കടലിൽ കളയുന്നത് നന്ന്. സൂക്ഷിച്ചു കൊള്ളുവിൻ. സഹോദരന്മാരോട് പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുന്നുവെങ്കിൽ 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുമെന്ന് പറയുമെന്ന് അപേക്ഷിച്ചു. അപ്പോസ്തലന്മാർ കർത്താവിനോട്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. ആ സിസ്റ്റർ ആ വാക്യം മാത്രം വായിച്ചാൽ 5 ആണ്, ചാപ്റ്റർ 17 വേഴ്സ് 5 ആണ്. വായിച്ചു. Okay, and Acts 17:5, and the apostles said unto the Lord, increase our faith. നോക്കി, ലൂക്കാ സിസ്റ്റർ, ലൂക്കാണ്. Luke 17:5. നോക്കി, ഇവിടെ വചനം പറയുന്നു, ഞങ്ങളുടെ വിശ്വാസം, ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. It says the disciple asked the Lord to increase our faith. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കടുകുമണിയോളം, ആ വാക്കുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കും. If we have a faith like a mustard, and if we tell this mountain to go to the sea, the mountain will listen. നോക്കിക്കേ, ലിസൺ, അതൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോഴേക്ക് അനുസരിക്കുക എന്നാണ് ലിസൺ. അതായത് നമ്മളെ ശ്രദ്ധിക്കുന്ന, ലിസൺ ചെയ്യുന്ന, കേൾക്കുന്ന, നമ്മുടെ വാക്കിനെ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. There are many things around us which listen to the word of God. അപ്പൊ നിങ്ങൾ പറയുന്നതിനെ ശ്രദ്ധിക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റിനുമുണ്ട്. There is a world around us which listen to the word of God. നിങ്ങളിപ്പോ ബൈബിള് ചേർത്ത് പിടിച്ചുകൊണ്ട് കരയോ, കർത്താവേ എന്റെ വിഷയത്തിന്റെ അകത്ത് അങ്ങ് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഇത് ലിസൺ ചെയ്യുന്ന, നിങ്ങൾ ആ വാക്ക് സിസ്റ്ററെ അവസാന വാക്കൊന്നുകൂടെ വായിക്കാവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും. അനുസരിക്കും എന്നുള്ളതിന് ലിസൺ ചെയ്യുക എന്നുള്ളത് അല്ലേ? വായിച്ചോ വാക്യം. Word every brother. Luke chapter 17 verse 5 sister. Okay, and the apostle said, Luke chapter 7:5 is, and the apostle said unto the Lord, increase our faith. Okay, and the 7:6 says, and the Lord said, if has a faith as a grain of mustard seed, that he might say unto this sycamore tree, but he plucked by the root, and though planted in the sea, and it should be obey you. ഓക്കെ, നമ്മളെ അനുസരിക്കുവാൻ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളെ അനുസരിക്കാൻ നിൽക്കുന്നത്. There are some things which will obey us. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞാൽ അനുസരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൂഫിനെ, നമ്മുടെ തെളിവിനെ നമ്മൾ ഉയർത്തണം. നമ്മുടെ വിശ്വാസം എന്നത് ഒരു തെളിവാണ്, പക്ഷെ വിശ്വാസത്തിന്റെ അകത്താണ് ഈ പ്രൂഫ് മൊത്തം ഇരിക്കുന്നത്. So we have to increase our faith. So the evidence is inside the faith. നിങ്ങളിപ്പോ കോടതി പോയിട്ട് പറയുകയാണ് ഇന്നയാള് കുറ്റം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ കോടതി എന്തു പറയും? If you go to the court and say my enemy has done some mistake, the court will not trust you. ജഡ്ജി പറയും നിങ്ങൾ ആദ്യം തെളിവ് കൊണ്ടുവരാൻ പറയും. The judge will first ask to bring evidence. ഇന്ന് ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആ വചനം ഉയർത്തി പിടിച്ചുകൊണ്ട് വേണം വിശ്വസിക്കാൻ. So whatever situation we are going through, you must raise the word of God. നിങ്ങൾ ആ വാക്കുകൊണ്ട് ലൂക്കോസിന് സുവിശേഷം നിങ്ങളെ അനുസരിക്കും എന്നൊരു വാക്കവിടെ കണ്ടോ? The words 17, Luke 17:6 say it will obey you. It will obey you. നിങ്ങളെ അനുസരിക്കും. അപ്പൊ നിങ്ങൾ അനുസരിക്കണമെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കണം. To obey you, you need to show evidence. രോഗികളായി പ്രാർത്ഥിക്കുന്നവർ വെറുതെ കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടിവിക്കണമേ, എന്റെ വിഷയത്തിന്റെ അകത്തൊരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നിങ്ങളെ അനുസരിക്കത്തില്ല. So the people who are sick, he says, oh, Lord heal me and deliver me. That will not listen to you. But you need to. എനിക്കൊരു അത്ഭുതം വേണമെങ്കിൽ തെളിവ് വേണം. If you want a miracle, you must show the evidence. ആ തെളിവാണ് ദൈവത്തിന്റെ വചനം.
The evidence is the word of God. നമ്മൾ കോടതിയിൽ പോയിട്ട് ഈ വ്യക്തി കുറ്റം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞാൽ കോടതി നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. If you go to the court and say that this person, your നിങ്ങൾ enemy is that, ഭയങ്കര കരയും. ആ കോടതിയോട് ജഡ്ജിയോട് പറ, ജഡ്ജി ഞാൻ കണ്ടു, എനിക്ക് ഉറപ്പാണ് ഈ വ്യക്തിയാണത് ചെയ്തെന്ന് നിങ്ങൾ കരഞ്ഞു പറഞ്ഞാൽ പോലും, ഞാൻ ചോദിച്ചോട്ടെ, ജഡ്ജി നിങ്ങളുടെ കരച്ചിൽ കണ്ട് മനസ്സലിയുവോ ഇല്ലയോ? നിങ്ങൾ പറ. if you go to the court and cry and tell, you know the enemy has done and you've seen, but judge will not listen to you. നിങ്ങൾ പറ, നിങ്ങൾ ലിസൺ ചെയ്യോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടായിരിക്കും ആ ജഡ്ജി നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾ എത്ര നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടും പല വിഷയങ്ങൾ നടക്കാത്തതിന്റെ കാരണം എന്നായിരിക്കും? നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ലോകമുണ്ട് പ്രിയരെ. പറഞ്ഞു സിസ്റ്ററെ. There is a world which listen to you. നമ്മൾ പലപ്പോഴും നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും പല വിഷയങ്ങൾ നടക്കാത്തതിന്റെ കാരണം നമ്മളിലേക്ക് ഒരു അത്ഭുതം വരണമെങ്കിൽ അത്ഭുതം നിങ്ങളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. For us, we are crying and we are always crying, but for us to have a miracle, നോക്കിക്കേ, the ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോകാന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. with faith, if you tell the sycamore to go and pluck itself and fall in the sea, it നിങ്ങൾ ആ will വാക്കുകൊണ്ട് listen. ആൻഡ് ഇറ്റ് വുഡ് ഒബേ യു, നിങ്ങളെ അത് അനുസരിക്കാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. It is ready to obey you. പക്ഷെ അതിങ്ങനെ ചെവിയോർത്തിരിക്കുവാണ് ഇവൾ എന്താണ് പറയുന്നത്. It is waiting to listen what you are talking. അപ്പൊ നിങ്ങൾ പോയിട്ട് ആ കാട്ടത്തിന് മുമ്പിൽ പോയി കരഞ്ഞോണ്ടിരിക്കുക, ഇതൊന്നും മാറിപ്പോവായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. But you are going to the tree and crying and saying, if it go itself, how good it is. നമ്മൾ പറയാം കരഞ്ഞിട്ടും ബ്രദർ എന്തുകൊണ്ട് എന്റെ വിഷയം മാറാത്തത്? Sometimes you ask, brother, why I'm crying, why my problem is not solved. എന്തുകൊണ്ടെന്നാൽ ആ കാട്ടത്തി പോലത്തെ വിഷയം, But the problem is like a big tree. അത് നിങ്ങളെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തുവാ പറയുന്നത്? The tree is waiting, is listening what you are saying. യേശു പറഞ്ഞ വാക്കുണ്ടോ, ഇഫ് യു ഹാവ് ഫെയ്ത്ത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. Yeah, God says, if you have faith. എന്താണ് വിശ്വാസം? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. The faith is what you have not seen, an unseen realm. നോക്കിക്കേ, അപ്പൊ ഈ തെളിവുകൾ നിരത്തി വെച്ചോണ്ട് വേണം കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിക്കാൻ. So we have to keep all the proof and come to the presence of the God. നോക്കിക്കേ, നമ്മള് പലപ്പോഴും നിങ്ങൾ ഇസ്രായേൽ മക്കളെ പഠിച്ചു കഴിയുമ്പോൾ, Whenever I read the Israel people, എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന അറിയോ? why Israel people always blessed? യോശുവായിട്ട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, There is a word which God gave Joshua. രാവും പകലും നീ എന്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യണം. You must meditate and day and night my നോക്കിക്കേ, word. ഡേ ആൻഡ് നൈറ്റ് നീ മെഡിറ്റേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. The day and night you must meditate my word. അത് നിന്റെ നാവിന്ന് മാറിപ്പോകരുത്. It should not go from your tongue. അതായത് നീ കരഞ്ഞു കൂകി പ്രാർത്ഥിക്കാനല്ല ദൈവം പറഞ്ഞേക്കുന്നത്. God did not say to cry and pray. നീ നിന്റെ നാവ് കൊണ്ട് പറയണം, എന്റെ ശത്രു എന്നെ ജയിക്കത്തില്ല. You must say with your mouth that my enemy will അപ്പൊ not. ജോഷുവയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നറിയാവോ? The faith of Joshua is. ജോഷുവയുടെ അകത്ത് തെളിവുണ്ട്, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. Joshua had evidence in his heart that God has told me and അപ്പൊ told him. ജോഷുവയുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോഷുവയുടെ എവിഡൻസ് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ആണ്. The evidence what Joshua had is the word of God. അതുകൊണ്ടാണ് തമ്പുരാൻ രാവും പകലും നീ ഇതിനെ ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. So God said you meditate day and ഈ night. വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത്. You should not turn right or left. കണ്ടോ, അതിൽ ഉറച്ചു നിൽക്കണം. You must be strong in the word of God. ബ്രദറെ, ഞാൻ വചനമൊക്കെ പറഞ്ഞിട്ടും ബ്രദറെ എനിക്കൊരു മാറ്റം കാണുന്നില്ല ബ്രദറെ. Yeah, you say, but I am saying all these words, but there's no change being seen. നോക്കിക്കേ, അദൃശ്യ ലോകത്തിൽ നിന്ന് ഒരു അത്ഭുതം ഉണ്ടാകുന്നതിന്റെ തെളിവാണ് വചനം. The unseen realm, you know that's going to, if anything needs to be take place, നിങ്ങളുടെ you need the word of God. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന 100 രൂപയുടെ ബൈബിൾ എന്ന് പറയുന്നത് അൺസീൻ വേൾഡിലെ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുമെന്നതിന്റെ പ്രൂഫാ കയ്യിലിരിക്കുന്നത്. The Bible is the proof which things are in unseen, which you have to bring into the world. നോക്കിക്കേ, അപ്പൊ ഈ തെളിവ് വെച്ചോണ്ട് വേണം നമ്മൾ വിശ്വസിക്കാൻ. You have to have this evidence and you must have faith. ബ്രദറെ, എന്റെ ജീവിതത്തിൽ കർത്താവ് വല്ലോ കാര്യം ചെയ്യുമോ ബ്രദറെ, എനിക്കൊരു അത്ഭുതം ഉണ്ടാകുമോ ബ്രദറെ, നിങ്ങൾ ചോദിക്കാറില്ലേ?
You ask the brother, without brother, there will be anything happen in my life? കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാ. Because you don't have proof in your life. നമുക്കറിയാം, നമ്മൾ ഈ റെസീപ്റ്റുമായിട്ട് We have a receipt. നമ്മൾ ചില കടകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ റെയർ ആണ്. നമ്മൾ ആദ്യം നമുക്കറിയാം, ഓക്കെ, നിങ്ങൾക്ക് ചില ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ടോക്കൺ എടുക്കേണ്ടി വരും അല്ലേ? ചില ഹോട്ടൽ ടോക്കൺ അല്ല, നമ്മൾ ആദ്യം ബില്ല് പേ ചെയ്യേണ്ടി വരും ചില ഹോട്ടലിൽ. Some hotel, when we go, we have to pay the bill first. ആദ്യം ഞാൻ ബില്ല് പേ ചെയ്തതിന് ശേഷം After paying the bill, ആ റെസീപ്റ്റുമായിട്ട് we have to go with the receipt. എവിടെയാണ് ഫുഡ് കൗണ്ടർ ഉള്ളത്, There's a food counter. അവിടെ കൊണ്ട് നീ റെസീപ്റ്റ് കാണിക്കുമ്പോഴാണ് ചില സ്ഥലത്ത് ഫുഡ് കിട്ടുന്നത്. When I show the receipt, then they'll give us food. നമുക്ക് ചില ഇടങ്ങളിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേരളത്തിൽ, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉള്ളൂ. Some places only we can see. അതായത് ഞാൻ എപ്പോഴാണോ ഞാൻ പേ ചെയ്ത് റെസീപ്റ്റ് എന്റെ കയ്യിൽ മേടിച്ചു കഴിഞ്ഞാൽ, Whenever I pay the bill and they get the receipt in my hand, ഇതെനിക്ക് തെളിവാണ്, this is my evidence എനിക്ക് ആഹാരം കിട്ടുമെന്നതിന്റെ തെളിവാണ്. that I will get food. ഇതേപോലെ വചനം കയ്യിലുണ്ടെങ്കിൽ ഉറപ്പാണ് അത്ഭുതം ഉണ്ടായിരിക്കും. In this like evidence, if you got the word of God in your hand, you will have miracle. ഇങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്. This is how you must believe. ഓ ബ്രദറെ, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, കർത്താവ് എനിക്ക് വേണ്ടി എന്റെ സിസ്റ്ററെ, ഇത് റെസീപ്റ്റ് ആണ്. Okay, the word of God is a receipt. ഈ റെസീപ്റ്റും കൈ വെച്ചുകൊണ്ട് വേണം വിശ്വസിക്കാൻ. You must have the evidence, the word of God in your hand, and you must have faith. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ്. The faith is the evidence. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. The faith increases by hearing the word of God. ഈ വചനമാണ് എന്റെ ഫെയ്ത്ത്. The word of God is my faith. അപ്പൊ ശിഷ്യന്മാർ വരെ കർത്താവ് ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. So disciple asked Jesus Christ to increase their faith. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. എന്റെ ചോദ്യം, ശിഷ്യന്മാർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും വിശ്വാസം എങ്ങനെ അതായത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് അവർക്ക് മിസ്സായിട്ടുണ്ട്? എന്തായിരിക്കും അവർക്ക് മിസ്സായത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാം, എന്തായിരിക്കും അവർക്ക് മിസ്സായത്? ഇത്ര നേരം ഞാൻ പറഞ്ഞതാണ് അവരുടെ ഉള്ളത്തിൽ വചനം നടുന്നില്ല. നിങ്ങൾ ആ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ. യേശു പറഞ്ഞ വാക്ക് നോക്കിക്കേ, ഇഫ് യു ഹാവ് ഫെയ്ത്ത്. അപ്പൊ വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? അപ്പൊ ശിഷ്യന്മാര് പറയാം, കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചതാ, ഞങ്ങൾക്കാണ് ചില സമയത്ത് അങ്ങ് തളർന്നു പോകുക. യേശു പിന്നെയും പറയുകയാണ്, ഇഫ് യു ഹാവ് ഫെയ്ത്ത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. If you have faith, yes. പക്ഷെ യേശു അവിടെ ഒന്നും ഈ കാര്യത്തെ പറ്റി പറയുന്നില്ല, എങ്ങനെ വിശ്വാസം ഉണ്ടാകാമെന്ന് പറയുന്നില്ല. പകരം വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കുമെന്ന് പറയുന്നുള്ളൂ. Yeah, but Jesus is saying if you have faith, then there will be a miracle take place. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ്ലീഹ അത് വെളിപ്പെടുത്തി. But in Rome, in the Roman, എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? റോമർ ചാപ്റ്റർ 10. The Romans chapter 10. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? How the faith will increase. വിശ്വാസം കേൾക്കുന്നതിലൂടെയാണ്. The faith by hearing the word of God. വചനം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. Hearing the word of God, their faith will increase. അപ്പൊ ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായത് എപ്പോഴാണ്? യേശുക്രിസ്തു വെളിപ്പാട് കിട്ടിയപ്പോഴാണ്. This the disciple came to know when the Jesus was resurrected. അപ്പൊ അവർക്ക് മനസ്സിലായി ദുരാത്മാക്കൾ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുക. So that time they came to know all this. അവര് നിങ്ങളെ അനുസരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. They know all the ghosts. They're ready to depart. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കുക, പിശാചിന്റെ പ്രവൃത്തിയൊക്കെ മാറിപ്പോണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. Because people are going there and crying to the devil and the group, please go away. അതിന് പകരം But instead of that, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. you must say that God has given the right for us, the power for us to stamp and tremble the snakes and scorpions. ആമേൻ. ഈ അധികാരം എനിക്കുണ്ടെന്ന് പറയുമ്പം ആ വാക്യം നോക്കിക്കേ, and it will be obey you. ആമേൻ. നിങ്ങളെ ഇത് അനുസരിക്കുവാൻ തുടങ്ങും. So when you say this, they start to obey you. കണ്ടോ, നിങ്ങൾ ഈ തെളിവ് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ വിശ്വസിക്കാൻ. So you must have this evidence and you must have faith. നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ വോട്ട് ചെയ്യാൻ പോയവരാ, അല്ലെ? ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോയവരാ. Recently you all went to vote. അപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത്
when the brother went to vote, അപ്പൊ എന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പഴയ എനിക്കറിയാവുന്ന ഒരു ചേച്ചി അവിടെ കാണാനിടയായി തീർന്നു. the brother has seen a friend or lady when seen for many years ago. അപ്പൊ എനിക്ക് ആ പുള്ളിക്കാരി കണ്ടപ്പോ മനസ്സിലായി, The brother recognized her. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് പുള്ളിക്കാരി എന്നെ കണ്ടത്. That lady has seen brother 10 to 15 years ago. അപ്പൊ 15 years കൊണ്ട് എന്റെ ഷേപ്പ് ഒക്കെ ഒത്തിരി മാറിപ്പോയി. In 15 years, the shape of the brother shape is already changed. പക്ഷെ ആ ചേച്ചിയുടെ ഷേപ്പ് അതുപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നും വന്നില്ല മുഖത്തിന്. But the ചേച്ചി's shape is not changed. She's still same like. എനിക്ക് ആ സിസ്റ്ററെ പെട്ടെന്ന് മനസ്സിലായി. Brother recognized her. പക്ഷെ പുള്ളിക്കാരി എന്നെ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ചിരിച്ചു കാണിച്ചത് കൊണ്ട്. Brother smiled at her, but that lady started staring at brother for a while. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, നല്ല പരിചയമുണ്ടല്ലോ, ആരാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചിരിച്ചു കാണിച്ചത് കൊണ്ടാ കേട്ടോ. So the lady came and asked, I remember you, but I don't recognize you. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന വീട്ടിലാന്ന് പറഞ്ഞ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. So brother said, I am from that family. Then she recognized. പുള്ളിക്കാരി പറഞ്ഞു, ഇന്ന വീട്ടിലെ അല്ലേ, എനിക്ക് ഇപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞു. So the lady said, you're from that family, now I know you. പക്ഷെ ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന ആളുകൾ, അതായത് ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്ക്, but when brother went to vote, the people were sitting there. ഞാൻ അവരെ ചിരിച്ചു കാണിച്ചു. Brother smiled at them. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇന്ന വീട്ടിലെയാന്ന് പറഞ്ഞു. Brother said that I am from the other family. പക്ഷെ എന്റെ ചോദ്യം, അവരെന്നെ വോട്ട് ചെയ്യുവാൻ സമ്മതിച്ചോ? But the brother's question is, will they allow brother to do a vote? ഒന്ന് പറഞ്ഞേ, എന്നെ സമ്മതിച്ചോ? എന്തുകൊണ്ടാണ് അവര് സമ്മതിക്കാഞ്ഞത്? ഞാൻ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല അവിടെ. ഞാൻ ചിരിച്ചു കാണിച്ചിട്ടോ ഞാൻ ഇന്ന വീട്ടിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് പ്രൂഫാണ്. The brother smiled, but the people who are sitting there, they need the proof. ഞാൻ പറയുവാണ്, ഞാൻ പഠിച്ച സ്കൂളാണിത്, ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നത്, എന്നിട്ടും അവര് സമ്മതിക്കത്തില്ല. The brother said that he was born there and that the school where he studied, but അവര് പറഞ്ഞത് ആ പ്രൂഫ്, ID പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു. They asked their brother to show the ID proof. ഞാൻ ID പ്രൂഫ് കൊടുത്തപ്പം when brother given ID proof, അവരെന്നെ വോട്ട് ചെയ്യുവാൻ അലോ ചെയ്തു. they allowed brother to do ഇത് തന്നെയാ പ്രിയരെ, വചനം കാണിച്ചുകൊണ്ട് വേണം വിശ്വസിക്കാൻ. The same way we must show the word of God. പിശാച് ചാടി കടലിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. The Satan is ready to jump to the sea. പക്ഷെ നിങ്ങൾ വചനം വെച്ചല്ല വിശ്വസിക്കുന്നത്. But you must have a faith with the word of God. നിങ്ങൾ ഇപ്പോഴും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Also you are crying to the Jesus. കർത്താവേ, എന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കണമേ, എന്റെ വിഷയത്തിന്റെ അകത്ത് അത്ഭുതം ചെയ്യണമേ എന്ന് നമ്മൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Also we are crying and asking, Lord, please do miracle. നിങ്ങൾ കരയും തോറും അതിന് നിങ്ങളെ ഒബേ ചെയ്യുവാൻ അനുസരിക്കുവാൻ കഴിയത്തില്ല. The more you cry, they only obey that what you're crying for. നിങ്ങൾക്കറിയാവോ, അൺസീൻ വേൾഡിന് ദൈവം കൊടുത്ത കമാൻഡ്, ആരാണോ തെളിവായിട്ട് വരുന്നത് അവർക്കെല്ലാം കൊടുത്തോളാൻ പറഞ്ഞു. So whichever in unseen and who are coming with the word of God with evidence. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് അത്ഭുതം നടക്കാത്തതെന്ന്? So now you understood why the miracle is not taking place. കാര്യം അദൃശ്യ ലോകത്തിന് വേണ്ടത് തെളിവാണ്. The unseen world need evidence. നിങ്ങളുടെ ശരീരത്തിലും വീട്ടിലും ഒരു അത്ഭുതം നടക്കണമെങ്കിൽ it's beyond a miracle in your house and തെളിവുമായിട്ട് ചെന്ന് വേണം വിശ്വസിക്കാൻ. You have to go with evidence and faith. ഈ തെളിവില്ലാതെ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. Without evidence you are running and crying, it's not going to help you. വചനം പഠിക്കണം. You have to study the word of God. പഠിച്ചത് പ്രൊക്ലെയിം ചെയ്യണം. And you need to proclaim the word of അത് God. ഡിക്ലെയർ ചെയ്യണം. You need to declare it. അത് വിശ്വസിക്കണം. And you need to have faith അത് on it. വിശ്വസിച്ചോണ്ടേയിരിക്കണം. And you have to have faith on it. അത് കിട്ടുക തന്നെ ചെയ്യും. You will receive it. ഞാൻ കഴിഞ്ഞ ഇടയിൽ ഒരു നമുക്ക് അനുഭവിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. കുറച്ച് നാൾ മുമ്പ് എൻ്റെ വീട്ടിൽ കുറച്ച് സഹോദരന്മാർ വന്നു. കുറെ ഒരു വർഷം മുമ്പാ, 1-2 വർഷം മുമ്പാ. 2 years ago, some friends came to brother's house. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ അടുത്തൊരു ഗാർഡനിലോട്ട് പോകാൻ ഇടയായി തീർന്നു. They all went to the garden. അപ്പൊ കൂടെ പിള്ളേരുള്ളവർ അവർക്കെല്ലാം വിശക്കാൻ തുടങ്ങി. So the children they felt hungry. അപ്പൊ കൂടെ ഉണ്ടായിരുന്നൊരു ബ്രദർ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് ഇവര് അവിടെ ഒരു ഷോപ്പിലോട്ട് പോയി ഫുഡ് മേടിക്കാൻ വേണ്ടി പോയി.
One brother took the car to buy food. അവരുടെ അടുത്തൊരു KFC-യിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. They ordered food in KFC. അപ്പൊ ഇവരിങ്ങനെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക. So these people were waiting for a while. ഞാനൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെ കാണുന്നില്ല. So brother waited for more than 45 minutes, but they did not been arrived. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചു. So brother called them. അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇത്രയും ലേറ്റ് ആവുന്നതിന്റെ കാര്യം എന്തുവാ? So brother asked, why it is so late? അപ്പൊ അവര് വാക്ക് പറഞ്ഞു, ബ്രദറെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. They said there was a mistake took place. നമുക്കറിയാം, നിങ്ങൾ ഇദ്ദേഹം ആദ്യം അവിടെ ബില്ല് പേ ചെയ്തതിന് ശേഷം First we have to pay the bill. നമുക്കറിയാം ഒരു കൗണ്ടർ നമ്പർ നമുക്ക് അവർ തരും. They give a counter number. ആ ഒരു എന്താ പറയുന്നത്, ഒരു നമ്പറാണ് നമുക്ക് തരുന്നത്, ടോക്കൺ നമ്പർ തരും. They'll give a token number. അപ്പൊ ഈ ടോക്കൺ നമ്പർ കൈവച്ചുകൊണ്ട് ഇവര് പരസ്പരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. Okay, they took the token number and they were talking among themselves. അപ്പൊ ആ ഹോട്ടലിൽ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട്, The hotel is very busy area. ഇവര് ഭയങ്കര വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് And they was also busy in talking. ഇവർ ഓർഡർ ചെയ്ത പാക്കറ്റ് അവർ കൊണ്ടുവച്ചായിരുന്നു അവിടെ. So the order which they ordered, they already brought. ഇവർ ആ ടോക്കൺ നമ്പർ വിളിച്ചു പറഞ്ഞായിരുന്നു ആ കടയിലെ ആൾക്കാർ. And the shopkeeper, they already announced the token number. ഇവരത് കേട്ടില്ല ശരിക്കും പറഞ്ഞാൽ, തിരക്ക് കാരണം. Because they were talking, they missed. They did not hear. പക്ഷെ ആരോ മിസ്റ്റേക്കിലി അവരുടെ ബാഗ് എടുത്തോണ്ട് പോയി ഫുഡിന്റെ. By mistakenly somebody took and went their food. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് കിട്ടാഞ്ഞപ്പോ ഇവര് പോയി ചോദിച്ചു. So because they did not get the food, they went and asked the counter. അപ്പൊ അവര് പറഞ്ഞു, ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ടോക്കൺ നമ്പർ പറയാൻ പറഞ്ഞു. So they said we already kept it there, you give your token number. അപ്പൊ അവര് പറഞ്ഞു, ഇന്ന നമ്പർ ഓൾറെഡി ഞങ്ങൾ റെഡിയായി കൊടുത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു. So they said, this token number we already kept ready. അപ്പൊ അവർ ഞങ്ങൾ ഇതുമായിട്ട് റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. So my friend said we have not received yet. പെട്ടെന്ന് അവർ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പാക്കറ്റ് മാറിപ്പോയി. When the shopkeeper checked, then they came to know the package was placed. അപ്പം നേരത്തെ അതായത് എടുത്തോണ്ട് പോയ ആളുടെ പാക്കറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇവരുടെ പാക്കറ്റ് മറ്റേ പുള്ളി എടുത്തോണ്ട് പോയി. The person who has taken the packet, his packet was still there and this paper packet was missing. അയ്യോ, ഇപ്പൊ ഇവര് പെട്ടെന്ന് സങ്കടപ്പെടും, അയ്യോ ഞങ്ങളുടെ ഫുഡ് പോയല്ലോ എന്ന് പറഞ്ഞു. So they got my friends got upset, oh our food, we lost the food. പക്ഷെ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ പ്രൂഫ് ഇരിപ്പുണ്ട്. But my friends said we have a proof. ഞങ്ങൾ പേ ചെയ്തതാണ്. We have paid. ഞങ്ങൾ ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല. We have not received yet. അപ്പൊ കടക്കാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. So the shop people said, can you wait for 10 minutes? എന്താ കാരണം എന്നറിയാവോ? What's the reason for it? ഇവര് പേ ചെയ്തതിന് തെളിവ് കയ്യിലുണ്ട്. They have the evidence of that they paid for. ഇവർ ഇതുവരെ അത് റിസീവ് ചെയ്തിട്ടില്ല. They have not received yet. ഇവര് റിസീവ് ചെയ്യാത്തതുകൊണ്ട് Because they did not receive yet, ഇവർക്ക് ആ കടയിൽ നിന്ന് വിട്ട് പോകാൻ പറ്റത്തില്ല. they cannot leave the shop. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവര് പേ ചെയ്തത് കൊണ്ടും ഇവര് റിസീവ് ചെയ്തത് കൊണ്ടും ഇവർ റിസീവ് ചെയ്യാത്തത് കൊണ്ടും Because they paid and they are not received the food yet. ഇവർക്കത് മേടിച്ചുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. They can get the food and go from there. കടക്കാർക്ക് അത് തന്നേ പറ്റത്തുള്ളൂ. The shopkeeper has to give because they paid for it. കടക്കാരുടെ മിസ്റ്റേക്ക് ആണത്. It is the mistake of the shopkeeper. കാരണം ആ റോങ് ആയിട്ട് ഒരു വ്യക്തി എടുത്തോണ്ട് പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. When the person has taken wrongly, they should have. The shopkeeper must have. ഇതുപോലാണ് കർത്താവ് ഓൾറെഡി കംപ്ലീറ്റ് കാര്യങ്ങളെ പേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. Like this, God has paid and already completed. വിശ്വാസത്താൽ അത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ പ്രിയരെ. We have to, with faith, we have to take it. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. We are going to pray together now. കർത്താവ് ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. God is going to do great and mighty miracles. അല്പനേരം ആ തെളിവൊന്ന് ഉയർത്തിപ്പിടിച്ചാവോ? Can you raise the evidence? എന്റെ കൂടെ ഇന്ന് രോഗികളും എല്ലാവരും പറയാവോ, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. By his stripes we are healed. You are healed. By his stripe we are healed. നോക്കി എല്ലാരും പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരുകളാൽ. കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ആ തെളിവ് ഉയർത്തിപ്പിടിച്ച് ആ രോഗം കൊണ്ടുവന്ന പിശാച് ഇന്ന് നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ വേണ്ടി പോവാണ്. അല്പനേരം ഒന്ന് പറഞ്ഞ് രോഗമുള്ളവരെല്ലാം പറഞ്ഞു, ഇന്ന് യേശുവിന്റെ അത്ഭുതം ശരീരത്തിന്റെ മേൽ കാണാൻ വേണ്ടി പോവാ. ആ പ്രൂഫ് ഉയർത്തിപ്പിടിച്ചേ പറ, യേശുവിന്റെ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഒരു നിമിഷം ഒന്ന് പറഞ്ഞോട്ടെ. കേട്ടെ, പല ആൾക്കാരും ഈ കാലഘട്ടത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ ഞാൻ അവസാനം ആ ടെസ്റ്റ് മണി പറയുന്നതിന്റെ കാരണം, പല ആൾക്കാരും 2 പ്രാവശ്യം പറഞ്ഞു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്, ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ് എന്ന് പലപ്പോഴും 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് പല ആൾക്കാരും ഇട്ടേച്ചു പോകും. കാര്യം എന്തുവാ? കിട്ടുന്നില്ല.
നേർത്തോണേ. അപ്പം ഞാൻ ചോദിച്ചു, സഹോദര നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഇനി ഫുഡ് കിട്ടുമോ എന്ന് വെച്ചാൽ പുള്ളി പറയും, ബ്രദറെ 10-60 പൗണ്ട് ഞങ്ങൾ ഓൾറെഡി പേ ചെയ്തതാണ്, ഞങ്ങൾക്ക് ആ ഫുഡുമായിട്ട് ഞങ്ങൾ വരത്തുള്ളൂ, ഞങ്ങൾ ഇതുവരെ അത് റിസീവ് ചെയ്തിട്ടില്ല, ഞങ്ങൾ പേ ചെയ്തതാണ്. നോക്കിക്കേ, യേശു പേ ചെയ്തത് കൊണ്ട്, കേട്ടോണേ, യേശു പേ ചെയ്തത് കൊണ്ട് മടുത്തു പോകാതെ പറഞ്ഞേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾ പ്രാപിക്കണം. പലരും പറയും 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ചിലർ പറയും സാരമില്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കിയില്ലെങ്കിലും ഞാൻ ദൈവത്തെ വിളിക്കും. പ്രിയരെ, അത് പൊട്ടച്ചൊല്ലാണ്, അത് കളിവാക്കാണ്, പിശാചിന്റെ തന്ത്രമാണ്. യേശു പേ ചെയ്തത് കൊണ്ട് നിങ്ങൾ റിസീവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് മേടിക്കാതെ പോകരുത്. പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്, പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഈ തെളിവ് വെറുതെ പറയാം, യേശുവിൻ്റെ അടിപ്പടലാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത്, ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്, ചുമ്മാ പറയരുത്. ഇത് തെളിവാണ്, എൻ്റെ രോഗം മാറും എന്നതിൻ്റെ തെളിവാണ്, എൻ്റെ വേദന മാറും എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് ക്യാൻസർ കൊണ്ട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പറയുവാണ്, നിങ്ങളുടെ ക്യാൻസർ മാറും എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ച, ഏതൊക്കെ വചനമാണോ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത്, തലമുറയെ പറ്റി പ്രൂഫ് ഉണ്ടോ? എടുത്തു കാണിക്ക്. തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള തെളിവ് എന്തോ ഉള്ളത്? പ്രൂഫ് കാണിക്ക്. പിശാച് പറയും ഞാൻ തലമുറയെ വിട്ടു പോകാൻ റെഡിയാ, പ്രൂഫ് കാണിക്ക്. അൺസീൻ വേൾഡിലെ സ്റ്റോറിൽ നിന്നും ഒരത്ഭുതം ഇങ്ങോട്ട് വരണമെങ്കിൽ സ്റ്റോർ പറയും പ്രൂഫ് കാണിക്ക്. മിറക്കിൾ മണി വരണമെങ്കിൽ പ്രൂഫ് കാണിക്ക്. മിറക്കിൾ മണിയെ റിലീസ് ചെയ്യാനുള്ള പ്രൂഫ് കാണിക്ക്. ഇപ്പൊ മനസ്സിലായോ? അല്പനേരം ഒന്ന് ഉറക്കം. രോഗികൾ പറയുമ്പോൾ ചെക്ക് ചെയ്യണം. ഞാൻ വെറുതെ ചുമ്മാ പറയരുത്. രോഗികൾ പറയുമ്പോ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 7 അല്ലേ, ആ വാക്ക് ഞാൻ കാണിക്കാം. യിരെമ്യാ 30:7 നോക്കി, ആ വാക്ക് നോക്കിയേ. യിരെമ്യാ 30:7 പറയുന്നു, കർത്താവ് സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു അല്ലേ, നമ്മുടെ രോഗങ്ങൾ യേശു വഹിച്ചു. ഇത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമേ. ആ വാക്കൊന്ന് ഉയർത്തിപ്പിടിച്ച, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, കർത്താവ് എൻ്റെ വേദന ചുമന്നതാണ്, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവ് എൻ്റെ രോഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതാണ്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ അവൻ എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം. നോക്കിയ വാക്ക് കണ്ടോ? യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ആ വാക്യം ഒന്ന് വേഗത്തിലെടുത്ത് നോക്കി. ആ വാക്ക് 6-ാം വാക്യം, യിരെമ്യാ പ്രവാചകൻ 33:6. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി. ജെർമിയ ചാപ്റ്റർ 33 വേഴ്സ് 6 ആണ്. ഇത് നോക്കിയ വാക്കുണ്ട്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം അത് വരുത്തി, എനിക്കത് വേണം. ഉറക്കെ അല്പനേരം ഒന്ന് പറയാം. രോഗികൾ ഏറ്റു പറയാവോ? കർത്താവായ യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക്, ഉറക്കെ പറ, യേശുവിന്റെ അടിപ്പിണരുകളാൽ സർജറി ഇല്ലാതെ ഞാൻ അത്ഭുതം കാണും. യേശുവിന്റെ അടിപ്പിണരുകളാൽ തേയ്മാനമായ എന്റെ മുട്ടുകൾ ഇപ്പൊ സൗഖ്യമാകും. യേശുവിന്റെ അടിപ്പിണരുകളാൽ എന്റെ തേഞ്ഞ അസ്ഥികൾ ഇപ്പോൾ സൗഖ്യമാകും. യേശുവിന്റെ അടിപ്പിണരുകളാൽ സർജറികൾ മാറിപ്പോകുന്നു. യേശുവിന്റെ അടിപ്പിണരുകൾ എന്റെ കണ്ണ് കാണാൻ വേണ്ടി പോകുക. ആ കാഴ്ച മങ്ങിയവരൊക്കെ കണ്ണാടിയൊക്കെ ഊരി മാറ്റിക്കേ. അത് മാറ്റി വെച്ചിട്ട് കൈയെടുത്ത് കണ്ണേ വെച്ചിട്ട് പറഞ്ഞേ, ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. പറഞ്ഞുകൊണ്ടിരുന്ന അല്പനേരം പറഞ്ഞ് ഒന്ന് പ്രഖ്യാപിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഞാൻ നടക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഇന്ന് കിട്ടും. ഉറക്കെ പറ. ആ തെളിവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ. എല്ലാരും പറ. യേശുവിന്റെ അടിപ്പിണരുകളാൽ പ്രൊക്ലെയിം ചെയ്താട്ടെ ഡിക്ലെയർ ചെയ്താട്ടെ, ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്. യേശുവിന്റെ രോഗത്തെ വഹിച്ചതാണ്, യേശുവിന്റെ വേദന ചുമന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അത്ഭുതങ്ങൾ ഓടി വരിക. അൺസീൻ വേൾഡിൽ നിന്നും ഹീലിംഗ് റിലീസ് ആകിയ. രോഗികളായിരിക്കുന്നവരൊക്കെ പറ. ആ കാലിനോട് നോക്കിയിട്ട് പ്രവചിച്ച്, യേശുവിന്റെ അടിപ്പിണരുകൾ കാലേ നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. യേശുവിന്റെ അടിപ്പിണരുകളാൽ കണ്ണേ നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. യേശുവിന്റെ അടിപ്പിണരുകളാൽ ആ കാലിനോടും കൈയോടും കണ്ണിനോടും ആന്തരിക അവയവത്തോടും ആ എല്ലാ അവയവത്തോടും കൽപ്പിച്ച് അത് ഒബേ ചെയ്യുവാൻ
റെഡി ആയിട്ടിരിക്കുക. ഷമൻ ഹാലമൻ കേരിയ ലഗറ്റേരിയ റം കേരിയ ഷാമന ലഗദ റഗറ്റേരിയ റംതേരിയ അർബേരിയ റാറ്റേരിയ ലംതേരിയ ഷക്കേരിയ. യേശുവിന്റെ അടിപ്പണരുകളാൽ ലമഖാറബൽ ഖനാറിയാന്തരെ ഹീലിംഗ്. വലിയൊരു അത്ഭുതത്തിന്റെ ഒഴുക്ക്, അത്ഭുതത്തിന്റെ ഒഴുക്ക് റാറ്റേരിയ റംതേരിയ റംതേരിയ. യേശുവിന്റെ അടിപ്പിണരുകളാൽ കേൾവി വരിക, കാഴ്ച വരിക. റാൽബാറാമാസിയാന്തരെ. കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കാൻ പോവാണേ. എന്റെ കാല്, ഞാൻ സ്ട്രെച്ചർ ഇല്ലാതെ, ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ ഞാൻ ഇന്ന് യേശുവിനകത്ത് നടക്കാൻ വേണ്ടി പോവാ. റബനാലബൻ മേനിയ റസേരിയ മറാസിയാന്തരെ മറാലാസിയാന്തരെ ഓ ഷബറഖാസിയാന്തരെ. ഞാൻ സെമഫ്രെയിമിന്റെ സഹായം ഇല്ലാതെ നടക്കാൻ പോവാണ്. റബീന ഹൽബേനിയ ററ്റേരിയ. ആ സ്ട്രോക്ക് വന്നവരെ ചാടി എണീക്കാൻ പോകട്ടോ. സ്ട്രോക്ക് വന്നവരെ ചാടി എണീക്കാൻ വേണ്ടി പോകുക. റെമിന ഹഡദ ഹസ്ബിയാനിയ ലബ്രിയാന്റേ മസിയാന്തരെ ബലോറിയ റഖോമന ഷഗമന റിയാന്തരെ. ഓ യേശുവിന്റെ തിരുമുറിവിനാൽ ലബെജേരിയ ബറകല. കൈയുടെ മേൽ തീ കത്തുക, ആത്മാവിന്റെ തീ കത്തുക. ദുഷ്ടപിശാച നീ കേക്ക്, ഞങ്ങളുടെ തെളിവുണ്ട്, ഞങ്ങളുടെ പ്രൂഫുണ്ട്, ഞങ്ങളുടെ യേശു ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു, ഞങ്ങളുടെ യേശു ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റു. ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല, വിട്ടു തരത്തില്ല. യേശുവിന്റെ നാമത്തിൽ ശക്തി അടിച്ചു കയറട്ടെ നിങ്ങളുടെ ശരീരത്തിലേക്ക്. ആ പവർ അകത്തോട്ട് കയറട്ടെ. ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. ഇന്ന് പിശാചിനെ പിടിച്ചു കെട്ടിക്ക്. തകർന്ന ജീവിതത്തെ പിടിച്ചു കെട്ടുക, തകർന്ന തലമുറകളെ പിടിച്ചു കെട്ടുക യേശുവിന്റെ നാമത്തിൽ. ലബേരിയ. മനസാന്തരപ്പെടാത്ത ഭർത്താവിനെ അവകാശം പറ. മദ്യപാനത്തിന്റെ ദുരാത്മാവെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങ്. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൂഫ് പറ, പ്രൂഫ് ഉയർത്തി കാണിക്കുക. റബേരിയ. കൂട്ടമാനസാന്തരം. ലെബോറാ മേലാ സേറാ ലേതാ റാട്ടാ ശംദല ബോറാലിയ സെനാലിയ ബാനിയ റാമിയ ടോബിയ റാസിയ ടെബിയ. ജീസസ് ആ ബ്ലഡിലെ ഷുഗർ ഇനി ജീവിതത്തിൽ ആ ഷുഗർ പൊങ്ങത്തില്ല കേട്ടോ. നോർമലി തന്നെ ബന്ധിക്കുക, അതിന് ആ നോർമൽ കണ്ടീഷനെ ബന്ധിക്കുക. ആ പ്രഷറിനെ ബന്ധിക്കുക. അതിന് മേലാൽ പൊങ്ങത്തില്ല, മേലാൽ താഴേക്ക് പോകത്തില്ല. നോർമൽ. യേശുവിന്റെ അടിപ്പിണരുകളാൽ by his stripes you are healed. യേശുവിന്റെ മുറിവിനാൽ അത്ഭുതങ്ങൾ കേറുക. മിറക്കിൾ മണിയ കടപാര വിട്ട് കെട്ടി സമാധാനം കെടുത്തി വീടിനെ ജപ്തിയിലേക്ക് ഉന്തിയിടുന്ന പിശാചെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവാ. വീടുകൾ, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ, സ്വന്തമായി വാടക വീട്ടിൽ നിന്നും പുതിയ വീടുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയല്ല. ജോലി സ്ഥലങ്ങളിലെ പ്രതികൂലങ്ങളെ വെട്ടിക്കളയുക. ഞങ്ങളുടെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ ഞങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കും. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ചെക്ക് ചെയ്ത് ചാടി ആ വേദന ഉള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞ് പിശാചേ കേക്ക്, ശരീരമേ കേക്ക്, വേദനയെ കേക്ക്, രോഗമേ കേക്ക്, ഷുഗറെ, പ്രഷറെ, ക്യാൻസറെ നീ കേക്ക്. യേശുവിന്റെ മുറിവിനാൽ ഇത് പ്രൂഫാണ്. രോഗം സൗഖ്യമാകും, അത്ഭുതം നടക്കും. തെളിവ് പറ. യേശുവിന്റെ അടിപ്പിണരുകളാൽ എന്റെ തേയ്മാനം ഇന്ന് സൗഖ്യമായിരിക്കുന്നു. കൈവച്ച് ആ കണ്ണാടി ഊരിയിട്ട് കണ്ണെ കൈവച്ചിട്ട് പറ, ഞാൻ കണ്ണാടി ഇല്ലാതെ യേശുവിന്റെ നാമത്തിൽ വായിക്കും. ഞങ്ങളെ രോഗാത്മാവിനെ ബന്ധിക്കുന്നു, രോഗശക്തിയെ ബന്ധിക്കുന്നു, പൈശാചിക ബന്ധനങ്ങളെ ഇന്ന് അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് പവർ ഇസ് മൂവിംഗ്. നിങ്ങളുടെ ശരീരത്തിന്റെ മേലേക്ക് അത്ഭുതങ്ങളുടെ ശക്തി
വ്യാപരിക്കുകയാണ്. ആ വേദന വേരോടെ 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 ഇന്ന് പിഴുതു മാറ്റുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിംഗ് ഇൻ യുവർ ബോഡി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒക്കല റിയ സുബഹരിയാം പഹലഹസി റിഹ സ്വഹനല ബഹരിയാന്തിരി റോമഹസവന ഹലഹസിയാന്തിരി മലൗരിയാന്തിരി. അസാധാരണമായ പുതിയ ഭാഷകൾ നാവിന്മേൽ വ്യാപരിക്കട്ടെ. ദിബിഹോബിയ ടെല്ലെ മകാരിയ മസോകെന ലാകര ബാനക ശബകാല മകാരസിയ മഹസിയാന്തിരിമ. Lord Jesus, Lord Jesus Christ, thank you Holy Spirit. ഈ സമയത്തൊന്ന് വേഗത്തിൽ ചെക്ക് ചെയ്തേ. ഇന്ന് എൻ്റെ കൂടെ ആ തെളിവ് ഉയർത്തിപ്പിടിച്ച രോഗികളെ ആ യേശുവിൻ്റെ തെളിവൊന്ന് കാണിച്ച് ആ രോഗബന്ധനം ശരീരത്തിൻ്റെ മേലെ അഴിഞ്ഞിരിക്കുന്നു. വേഗത്തിൽ ചെക്ക് ചെയ്ത് എന്താണോ നടക്കാൻ പറ്റാത്തത് ചാടി എണീറ്റ് കൈയും കാലും തിരിക്കാനോ മടക്കാനോ വേദന കാരണം പറ്റാത്തവരെ തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണേലും ചെക്ക് ചെയ്തു. ചില നിമിഷങ്ങൾ അതിനുവേണ്ടി തന്നെ വേർതിരിക്കുക. വേഗത്തിൽ ചെക്ക് ചെയ്ത് വേഗത്തിൽ ഇന്ന് പ്രഖ്യാപിച്ചവർ വേഗത്തിൽ ചെക്ക് ചെയ്യുക. സൗഖ്യമായവർ വേഗത്തിൽ മ്യൂട്ടുകളെ മാറ്റി പറഞ്ഞാട്ടെ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ കാണിക്കുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവിൽ കാണുന്നവര് ഇന്ന് ലിങ്ക് ഉപയോഗിച്ച് നേരെ സൂമിലോട്ട് കയറി വന്നാട്ടെ. ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഒരു കാഴ്ച കാണുവാണ്. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാ സൂമി കേൾക്കുന്നത്? ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രൂഫ്, ഇന്നൊരു തെളിവ് ആ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ വേണ്ടി ചന്ദ്രന്റെ ഭവനത്തിൽ സൂമിലാണ് നിങ്ങളത് കേൾക്കുന്നതെങ്കിൽ ശബലഹറമസിയാന്തരെ ഇന്ന് കർത്താവിനോട് പറയുന്ന കുടുംബത്തിന്റെ അകത്തൊരു പ്രൂഫ് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഒരു തെളിവ് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അത്ഭുത കരം എന്ന കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ചന്ദ്രന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ അത്ഭുത കരം വെളിപ്പെടാൻ വേണ്ടി പോവാ. ദൈവത്തിന്റെ അത്ഭുത കരം ചന്ദ്രന്റെ ഭവനത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ലോർഡ് ജീസസ്. പറഞ്ഞു. ഇളയ മകന്റെ ഭാര്യയുടെ വീടാണ്, അപ്പന്റെ പേരാണ് ചന്ദ്രൻ. ഇളയ മകളുടെ ഇളയ മകന്റെ ഭാര്യയുടെ അച്ഛന്റെ പേരാണ് ചന്ദ്രൻ. സിസ്റ്റർ, ഞാൻ ആ ഒരു അടയാളം എന്നെ കാണിക്കുകയാണ്. ഒരു കണ്ണാടിയിൽ ഇങ്ങനെ ആരുടെയോ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് ഒരു ചിത്രം ഞാൻ കാണുക. കണ്ണാടിയിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുക. നമ്മുടെ നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, മിറർ, മുടിയൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കുന്ന മിറർ, അതിലൊരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു അടയാളം എനിക്ക് കാണുക. ഈ ഭവനത്തിന്റെ അകത്ത് ഒരു പ്രൂഫായിട്ട് കാണുക. ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണമേ കേട്ടോ. ഓ കർത്താവേ, ഇന്ന് അത്ഭുതം വ്യാപരിക്കും. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് ചെക്ക് ചെയ്തവരാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ ഇന്ന് ഞാൻ ആ രോഗത്തിന്റെ അകത്തൊരു അത്ഭുതത്തെ ചെക്ക് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ഇതിന്റെ അകത്തുണ്ടോ? അവരൊന്ന് മ്യൂട്ട് മാറ്റിക്ക്. ആ, എന്റെ ഭർത്താവിന്റെ അനിയനാണ് ചന്ദ്രൻ. അവന്റെ രണ്ടാമത്തെ കുട്ടിക്ക് എന്തോ ഒരു അസുഖമാണ് ഇവർ പറയുന്നത്. ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. ഈ തെളിവ് അവിടെ നോക്കണമേ. കണ്ണാടിയില് മിററില് ഒരു ചെറിയ ഫോട്ടോ ഇങ്ങനെ ഏറ്റവും സൈഡിൽ താഴെയോ എവിടെയോ വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ. അതൊരു അടയാളമായിട്ട് ഞാൻ കാണുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഞാൻ നാട്ടിൽ വിളിച്ചു ചോദിക്കാം. ചോദിക്കും കേട്ടോ. ലോർഡ് ജീസസ്, ഇന്ന് എന്റെ കൂടെ ആ പ്രഖ്യാപിച്ച എത്ര പേരുണ്ട്? രോഗസൗഖ്യത്തെ എന്റെ കൂടെ പ്രഖ്യാപിച്ചത് എത്ര പേരുണ്ട്? എന്റെ പ്രിയരെ, ആ തെളിവുമായിട്ട് വിശ്വസിച്ച എത്ര പേരുണ്ട്? എന്നിട്ട് എന്ത് കിട്ടി? ക്ലിയർ ആയവര് ചെക്ക് ചെയ്തേ. അയ്യോ, ക്ലിയർ ആകാത്തവരെ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ അവസാനത്തെ സാക്ഷ്യം കേട്ടായിരുന്നു. ആ കടയിൽ നിന്ന് ബില്ല് പേ ചെയ്തെങ്കിൽ കടയിൽ നിന്ന് സാധനവുമായിട്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ പൂർണ്ണ സൗഖ്യമായേ നിങ്ങൾ അതിനെ പിടിവിടാവുള്ളൂ. ആ റെസിപ്റ്റ് കൈവിടാവുള്ളൂ. യേശു ക്രൂശിൽ കൊടുത്തതിന്റെ റെസിപ്റ്റ് ആണ് ബൈബിൾ. ഒന്ന് ചെക്ക് ചെയ്ത് എത്ര പേരുണ്ട് പ്രാർത്ഥിച്ചിട്ട്? പറഞ്ഞോ സിസ്റ്റർ. ഞാൻ സെൽവിയ സിസ്റ്റർ. 2 കൊല്ലം കഴിഞ്ഞു എന്റെ കാല് ആക്സിഡന്റ് ആയിട്ട് ഇതുവരെ എനിക്ക് മടക്കാനാവൂല. ഇന്ന് ഞാൻ മടങ്ങി ഇരുന്നിട്ട് ഭർത്താൻ പറഞ്ഞു വേറെ എനിക്ക് കാല് മടക്കാനായിക്ക്. താങ്ക് യു പാസ്റ്റർ. അതായത് സിസ്റ്റർ, ഈ ആക്സിഡന്റ് നിമിത്തം സിസ്റ്റർക്ക് അത് കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു.
മറക്കാൻ പറ്റാണ്ട് എനിക്ക് അവധി ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ സിസ്റ്റർ. ഒരു മിനിറ്റ് കേട്ടെ, നിങ്ങൾ ആ സഹോദര സാക്ഷ്യം കേട്ടെ. സിസ്റ്റർ, ആക്സിഡന്റ് നിമിത്തം കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? മറക്കാൻ പറ്റൂല. സിസ്റ്ററുടെ വീഡിയോ ഞാൻ ഓണാക്കി ഇവിടെ എല്ലാവരും കാണാൻ കണ്ടു. ഇതുപോലെ വീഡിയോ കാണിക്കുവാണെങ്കിൽ നമുക്ക് അനേകർക്ക് ഇതൊരു അനുഗ്രഹമാണ്, അനേകർക്ക് ഇത് കാണുന്നവർക്ക് ഇതൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ 3 വർഷം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റ് നിമിത്തം കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. സിസ്റ്ററെ, ഇപ്പം നമ്മൾ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കാല് നേരെയാക്കി മടക്കാൻ പറ്റുന്നുണ്ടല്ലേ? മടക്കാൻ പറ്റുന്നുണ്ട് പാസ്റ്റർ. പറ്റുന്നുണ്ട് ഇപ്പം. ഇപ്പൊ സിസ്റ്റർക്ക് കാല് നേരെ മടക്കാൻ പറ്റിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർക്ക്? പറ്റുന്നുണ്ടോ കാല് മടക്കാൻ? ഇപ്പൊ സിസ്റ്റർക്ക് എന്തോ പറ്റിയത് പ്രാർത്ഥിച്ചപ്പം? മടക്കാൻ പറ്റാത്ത കാല് മടക്കി മടങ്ങിട്ട്. അതായത് മടക്കാൻ പറ്റാത്ത കാലായിരുന്നു. 3 വർഷം മുമ്പ് ആക്സിഡന്റ് ഉണ്ടായതാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കാല് മടക്കി അല്ലേ? കർത്താവേ, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഭാഷകളുടെ പരിമിതി ഉണ്ടായിട്ടും പ്രിയ സഹോദരി അത് കേട്ടു. കർത്താവിന്റെ നാമത്തിൽ 3 വർഷമായിട്ട് മടക്കാത്ത കാലിന്ന് മടക്കി യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ തെളിവ് കണ്ടോ? യേശു ക്രൂശിൽ ചെയ്തതിന്റെ തെളിവ് കണ്ടോ? സഹോദരി പറഞ്ഞതുപോലെ മടക്കാൻ പറ്റാത്ത കാലിനോട് പറഞ്ഞ പിശാചേ, നീ ഇറങ്ങുക, യേശു വില കൊടുത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്തയാള് രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പൊ നിർത്തരുത്, പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? പറഞ്ഞു. അടുത്തയാള് ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വായിച്ച ബൈബിള് ഒന്ന് കേക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അടിപ്പിണരുകളാൽ സൗഖ്യം നടക്കും എന്നതിന്റെ തെളിവാ പ്രിയരെ. നമ്മൾ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് വെറുതെ നടക്കരുത് കേട്ടോ ബ്രദറെ. എന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രൂഫ് അല്ല, ഞാൻ വിശ്വാസി ആയതിന്റെ പ്രൂഫ് അല്ല, എന്റെ വിശ്വാസത്തിന്റെ പ്രൂഫാ ബൈബിള്. അടുത്തയാള് ചെക്ക് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തയാള് നോക്കിക്കേ. മറ്റാരെങ്കിലും പറയാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ അവിടെ? ഉറക്കെ പറയാ സിസ്റ്ററെ. കേൾക്കുന്നില്ല സിസ്റ്ററെ? ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? ഹെഡ്സെറ്റ് അതിന്റെ ആയിരിക്കും സൗണ്ട് കുറവ്. കഴിഞ്ഞ ദിവസം ബ്രദറ് തലയിൽ വിങ്ങനുള്ളവര് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ തല കൈവച്ച് പ്രാർത്ഥിച്ചു. 3-4 ദിവസമായിട്ട് കഴിഞ്ഞ ആഴ്ച തലയുടെ ഉള്ളിൽ രാത്രി ഇരുന്ന് വിങ്ങും. എനിക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഒന്നും പറഞ്ഞില്ല, മിനിഞ്ഞാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചു. ഉറങ്ങി എഴുന്നേറ്റിട്ട് വേദന ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് സാക്ഷ്യം പറയാന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും തലവേദന വിങ്ങലുണ്ടായിരുന്നില്ല. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം തന്നതിന് നന്ദി കർത്താവേ. പ്രിയങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങി എണീറ്റിട്ട് നോക്കിയപ്പോഴേക്കും അവിടെ കർത്താവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിൽ നിന്ന് അത്ഭുതം വന്നു കഴിഞ്ഞു. ആ സൗഖ്യത്തെ കണ്ടു കഴിഞ്ഞു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ മ്യൂട്ട് മാറ്റിവര് പറയാൻ വേണ്ടിയുള്ളവർ വല്ല ആണോ? പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ആഴ്ചയില് എനിക്ക് പാസ്റ്റർ ആദ്യം പ്രാർത്ഥിച്ചപ്പം അന്നേരം വിടുതൽ കണ്ടു, പിന്നെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ പാസ്റ്ററെ കൊണ്ട് 2 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു അന്നേരം തന്നെ എനിക്ക് സൗഖ്യം വന്നിരുന്നു. കാരണം ഡിസ്ചാർജ് വരുന്നെന്ന് ഞാൻ പറഞ്ഞ സ്മെല്ലോടുകൂടി. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിട്ടുമാറി. ഞാൻ പിന്നെ വിട്ടുകൊടുത്തില്ല. എനിക്ക് പരിപൂർണ വിടുതൽ തന്നെ കിട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്ത് അതിന് പരിപൂർണ വിടുതൽ ദൈവം തന്നു. പൂർണ്ണ സൗഖ്യം അല്ലേ? 6 മാസമായിട്ട് ഇതുണ്ടായിരുന്നു ഇങ്ങനെ. എന്റെ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? ഈ നിമിഷം രോഗികളായിരിക്കുന്നവർ വചനം പറഞ്ഞ് കൈവച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് ശേഷം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. പറയാൻ വേണ്ടിയാണോ? നോക്കിക്കേ, എൻ്റെ ഉള്ളത്തെ കർത്താവ് സോമരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, ഒരനുഗ്രഹത്തെ റിലീസ് ചെയ്യുവാൻ എൻ്റെ ഉള്ളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. സോമരാജ് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണ്? സോമരാജുമായി ബന്ധപ്പെട്ടത്. ഇന്ന്
സൂമിലോ ലൈവിലോ സോമരാജ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ എന്താണോ അതുമായിട്ടുള്ള കണക്ഷൻ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ഡെലിവറൻസിന്റെ സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. നന്ദി കർത്താവ്, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നടക്കാൻ വേണ്ടി പോവാ. ഇന്ന് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ സോമരാജ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയായിട്ട് കണക്ഷൻ ഉള്ളത്, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്തൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കുക, ദൈവത്തിന്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കുക. ഇന്ന് സൂമിലാണെങ്കിൽ ഈ മ്യൂട്ട് മാറ്റി ഒരു പറയാൻ വേണ്ടി വല്ലവരുമാണോ? ബ്രദറെ, സോമരാജ് എന്ന് പറഞ്ഞ എന്റെ നാത്തൂന്റെ ഹസ്ബൻഡാണ്. പക്ഷെ നാത്തൂനും ഹസ്ബൻഡും മരിച്ചുപോയി. ഇവർ രണ്ടുപേരും മരിച്ചതാ? ആ, ഇവരുടെ ഭവനത്തിൽ ആരാ ഇപ്പൊ ഉള്ളത്? ഒരു മോളേ ഉള്ളൂ. ആ വീട്ടിലെ ആള് താമസമില്ല. ഇവരെങ്ങനെയാ മരിച്ചത്? ആ മോളെ ആ പുള്ളിക്കാരന് അറ്റാക്ക് വന്നു. ആ നാത്തൂന് എന്തോ ഒരു ക്യാൻസർ പോലത്തെ ഒരു രോഗമായിരുന്നു. ഓ ലോർഡ് ജി. ഇപ്പൊ മകള് മാത്രമേ വീട്ടിലുള്ളൂ? ആ വീട്ടിലില്ല, അവളെ കൊണ്ടുപോയ വീട്ടില. ഓ, ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. സോമരാജിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിനകത്ത് കർത്താവ് മരണശക്തികളെയും തകർച്ചകളെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുന്നപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ എല്ലാ മരണവും സാധാരണമല്ല. ചില മരണത്തിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ ബന്ധിക്കുന്നതിൻ്റെ അടുത്തയാളെ ഉന്നം വെച്ച് നിൽക്കുന്നതിന് ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടിക്കളയുന്നപ്പ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും രോഗികൾ എൻ്റെ കൂടെ പറയാവോ? യേശുവിന്റെ അടിപ്പിണരുകളാൽ കർത്താവിന്റെ സാക്ഷ്യമുള്ളവര്, സാക്ഷ്യം നടക്കുന്നവര്, ചെക്ക് ചെയ്യുന്നവര് വേഗത്തിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നില്ല, ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവിന് 2 ശുശ്രൂഷ നമ്മൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അതോടൊപ്പം തന്നെ മെയ് മാസം 7-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. മെയ് മാസം 7-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുടെ ഭവനം. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സൈൻ പോലെ ഞാൻ കാണുവാണ്. ഈ കറുത്ത ഒരു ഉടുപ്പ് പോലെ കവർ ചെയ്ത ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സാധനം ആ ഭവനത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. മെയ് 7-മായി ബന്ധപ്പെട്ടത് ആരാണ്? ഏത് ഭവനത്തിന്റെ അകത്താണോ ഈ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഉള്ളത്? മെയ് 7. ഇന്ന് ആ ഭവനത്തിന്റെ അകത്തൊന്നും ചില ദുഷ്ടപിശാചിന്റെ പ്ലാനുകൾ ഇന്ന് ക്യാൻസൽ ആകാൻ വേണ്ടി പോവാ. ഇന്ന് കുഞ്ഞാണ്. വേറെ ആരാ മെയ് 7? ഞാൻ മെയ് 7ആണ്. ബ്രദർ മെയ് 7ആണ്. മോളുടെ കുഞ്ഞ് മെയ് 7 പറഞ്ഞത് അല്ലേ സിസ്റ്ററെ? എന്റെ വൈഫും മെയ് 7-നാണ്. ഇനി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ള മെയ് 7-കാരൻ ആരാ? ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ള മെയ് 7, ജോർജ്, ഈ പേരുമായിട്ട് കണക്ഷൻ ഉള്ള വ്യക്തി ആരാ? മെയ് 7 തന്നെ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കണക്ഷൻ ഞാൻ കാണുന്നു. അമ്മയുടെ ആങ്ങളുടെ പേര് ജോർജ് എന്നാണ്, പക്ഷെ ആൾ മരിച്ചു പോയതാണ്. അമ്മയുടെ ആങ്ങളുടെ പേരാ? നമ്മുടെ കുടുംബം അല്ലേ? അമ്മയുടെ ആങ്ങളെയാണ്. അമ്മയുടെ ആങ്ങളുടെയാണ്. അതെ. ഈ ജോർജ് ഇപ്പൊ ആളില്ല, മരിച്ചു പോയിരിക്കുക ആള് അല്ലേ? മരിച്ചുപോയി. ജീസസ് ക്രൈസ്റ്റ്. ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന് ഒരു അടയാളം കാണിക്കുന്നു. അവിടെ ഞാനൊരു ഈ ഒരു അടയാളം കൂടെ കർത്താവ് എന്നെ ഇങ്ങനെ കാണുവാണ്. അതായത് ഞാൻ ഈ മോനായി എന്ന് വിളിക്കുന്ന ഒരു പേര് എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മോനായി എന്ന് വിളിക്കുന്ന ഒരു പേര്, ഇങ്ങനെ ഒരു പേരുകാരനെ ആ ഭവനത്തിലോട്ട് കർത്താവ് അയക്കുന്നതായിട്ടൊരു സൈൻ. ഇത് അദ്ദേഹത്തെ വിളിപ്പേരാണോ ഒഫീഷ്യൽ പേരെനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ഈ ഭവനത്തിലോട്ട് വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഇതൊന്ന് കുറിച്ച് വെച്ചോണേ. നിങ്ങളുമായിട്ടാണ് ഈ ആലോചന കർത്താവ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ആ ഭവനത്തിലേക്ക് വരും കേട്ടോ. മോനായി എന്ന് പറയുന്ന വ്യക്തി ആ ഭവനത്തിലേക്ക് വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് ആ ഡെലിവറൻസിനെ സ്വീകരിച്ചോണേ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അങ്ങ് അയക്കുന്നല്ലോ. അപ്പൊ എല്ലാവരും ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് വ്യത്യാസമുള്ള ആളുകൾ മറ്റാരെങ്കിലും ഉണ്ടോ?
ഒന്ന് ചെക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? പ്രിയരെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ മ്യൂട്ട് മാറ്റി പ്രഖ്യാപിക്കണ്ട. ഈ തെളിവും പിടിച്ചുകൊണ്ട് അവകാശം പ്രാപിച്ച സൗഖ്യത്തെ, ആ അത്ഭുതത്തെ എനിക്ക് എന്റെ ശരീരത്തിൽ കാണും. ചെക്ക് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റു പറയണ്ട, മ്യൂട്ട് മാറ്റി പറയരുതേ. അകത്തിരുന്നുകൊണ്ട് പറയണം, നിങ്ങൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് പറയണേ. എന്നിട്ട് ചെക്ക് ചെയ്യണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനൊരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ സ്ഥലം 18.5 സെന്റ് ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. 18.5 സെന്റ് സ്ഥലം. ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുക. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക്, 18.5 സെന്റ് സ്ഥലമാണത്. അതുമായി ബന്ധപ്പെട്ട ഒരു കുരുക്ക് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ജനുവരിയിലാണ് ആ വ്യക്തി ജനിച്ചിരിക്കുന്നത്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഈ വിഷയങ്ങൾ മുഴുവൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അത് ഏത് കുടുംബമാണോ അത്, ഈ 18 സെന്റ് സ്ഥലവും ജനുവരി മാസത്തിൽ ജനിച്ച വ്യക്തിയുള്ള ഭവനം ഏതാണോ അത്, ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് ആ വ്യക്തിയുടെ മേലുണ്ടാകുന്നൊരു ഡെലിവറൻസ് മുഴുവൻ ഭവനത്തിന്റെ അകത്തും കാണുന്ന രീതിയിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. എന്റെ പപ്പായാണ് ബ്രദർ. പപ്പായാണ് ജനുവരിയിൽ ജനിച്ചത്. ഈ സ്ഥലം 20 അതിപ്പോ എന്തോ വേറെ എന്തോ ഒരു ഇത് വന്നിട്ട് ഇപ്പൊ 18 നിക്കാണ്. കണ്ടോ, കറക്റ്റ് 18 അല്ലേ സിസ്റ്ററെ? ആ കുരുക്കില് കിടക്കുകയാണ് ഇപ്പോഴും. കുരുക്കിൽ കിടക്കുക. പപ്പായ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. പപ്പായ്ക്കകത്ത് വന്ന് ഈ വിഷയം ഇങ്ങനെ പപ്പായുമായിട്ട് കേന്ദ്രീകരിച്ചാണ് ഈ വസ്തു കുരുക്കി കിടക്കുക. ജനുവരി മാസമാണോ പപ്പ ജനിച്ചിരിക്കുന്നത്? അതെ, ജനുവരി 4. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പിശാചിന്റെ പ്രവൃത്തി ഇപ്പൊ അഴിയുക കേട്ടോ. ആ ഭവനത്തിന്റെ അകത്ത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് കുരുക്കിന്ന് അഴിയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാചെ, ഭവനത്തിന്റെ മേലുള്ള പിശാചിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതം കേറും കേട്ടോ. അത്ഭുതം കേറും. അത്ഭുതകരമായ പ്രവൃത്തി അവിടെ നടക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ റിലീസ് ചെയ്യുന്നപ്പ. ഓ ലോർഡ് ജീസസ്, ഏറ്റെടുത്ത ദുഷ്ടരെ ദൈവത്തിന്റെ അത്ഭുതം നടക്കും കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ അത്ഭുതത്തെ കർത്താവ് ചെയ്തല്ലോപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിച്ച എല്ലാവരും, കർത്താവെ എന്നെ ആഴമായി തൊടണേ കർത്താവെ, എന്നോട് ആഴമായി സംസാരിക്കണേ കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ജീസസ്. വലിയൊരു ആത്മാവിന്റെ പകർച്ചയെ ഞങ്ങൾ സ്വീകരിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റബിനിയ ലസ്വഫ്ര കറ്റീമ ഗസ്ബാന ഹൽബീരി അന്തിരി സോഫഹറബല ഹസ്ബനാതിരി ബിരി 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 ബറബ ഷകന റകല ബർകന റബിനിയ സ്വകേന ലബിരി അന്തിരി മസാകന സോഫ റാബി ഹുബ റാലിയ മഗാനിയ സകിനിയ 6301 ഈ നമ്പരുമായിട്ട് 6301 വേഗത്തിൽ ടൈപ്പ് ചെയ്താവോ. 6301 ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. 6301. ഇത് രണ്ടായിട്ടല്ല, ഒരുമിച്ചാണ് ഈ നമ്പര്. 6301 ഈ നമ്പര് ഒരുമിച്ച് കിടക്കുന്ന ഒരു ഡയലോഗ്, ആ ഒരുമിച്ച് കിടക്കുന്ന എന്തോ ഒരു കാര്യം, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യത്തിന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി 6301 അതാരുമായിട്ട് ബന്ധപ്പെട്ട നമ്പരാണോ അത്, ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി ആ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് സൂമിലോ ലൈവിലോ ആ നമ്പരുമായിട്ട് എന്താണോ കണക്ഷൻ, ഇപ്പോൾ തന്നെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാ. ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ അത്ഭുതകരം ആമേൻ പറഞ്ഞ്, സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് ഏറ്റെടുത്തോണേ. കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ഇന്ന് അതിന്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറയാൻ വേണ്ടിയാണ്. പറയാനാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണവേ. 6301 പ്രൈസ് ലോർഡ് ബ്രദർ. 6301 ഞാൻ എന്റെ എന്റെ ഫോണിൽ ഞാൻ അടിച്ചു നോക്കിയപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്ത ഇപ്പോൾ ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു പ്രണീത എന്ന് പറഞ്ഞൊരു കുട്ടി
നമ്പറാണ് എന്റെ ഫോണിൽ അടിച്ചു വന്നത്. കൂട്ടുകാരിയാ? കൂട്ടുകാരിയാ. ഇന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററെ, ഇന്ന് കർത്താവിനുള്ളതിൽ പറയുന്ന ഒരു ഗുഡ് ന്യൂസ് അതുമായിട്ട് കേൾക്കാൻ വേണ്ടി പാവമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ചില നിയോഗങ്ങളെ കർത്താവ് തരുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ദുഷ്ടപിശാചിന്റെ പ്ലാനുകൾ ഇന്ന് തകരട്ടെ. ദൈവാത്മാവിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കൽപ്പന എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുക. കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് നിർബന്ധം പറയാം. കൽപ്പന, ഈ കൽപ്പനയുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ഞാനിത് റിലീസ് ചെയ്യുന്നപ്പോൾ നന്മ അവിടെ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. കൽപ്പനയുമായി ബന്ധപ്പെട്ടൊരു ഗുഡ് ന്യൂസിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. ദൈവം പൊതിഞ്ഞ് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുത സാക്ഷ്യമായി കൽപ്പന മാറാൻ വേണ്ടി പോവാ. ആരാണോ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വേഗത്തിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, റിലീസ് ദ പവർ, റിലീസ് ദ അനോയിന്റിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ മ്യൂട്ട് മാറ്റിയവർ പറയാൻ വേണ്ടി വല്ലവരുമാണോ? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട്? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് കൽപ്പന. എന്നാ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ നേടുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അവകാശമാക്കി തമ്പുരാൻ തരാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് വേദനയാൽ ഭാരപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇന്നൊരു സൗഖ്യം എനിക്ക് കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അകത്തൊരു അത്ഭുതം ലഭിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? മ്യൂട്ട് മാറ്റാവോ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. എന്റെ കാല് നീരും വേദന മുറിവൊക്കെ ആയിരുന്നു. കാല് മടക്കാനോ ഒന്നും പറ്റും. ഞാൻ വടി കുത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നേ. ഇപ്പൊ എന്റെ കാല് മടക്കുകയും ചെയ്യാം, നീരുമില്ല ഇപ്പൊ അവിടെ. ഇപ്പൊ വടി കുത്താൻ പറ്റുമോ അതോ വടി വേണോ? വടി വേണ്ട. ഓ എന്റെ യേശു. എല്ലാരും ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ കേട്ടെ, സഹോദരി പറഞ്ഞു കേട്ട്, കാലയില് നീരും മുറിവും വേദനയുമായിട്ടല്ലേ എത്ര നാള് സിസ്റ്റർ ഇത് അനുഭവിച്ചതായിരുന്നു? എന്ന് തുടങ്ങിയതായിരുന്നു? 5 ദിവസമായി. 5 ദിവസമായിട്ട് ഈ വടിയും കുത്തിയായിരുന്നു നടപ്പല്ലേ? കർത്താവ് നീരുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ രണ്ടും പറ്റിപ്പോയി, നീരുമെല്ലാം എല്ലാം പറ്റിപ്പോയി. ഇപ്പൊ എന്നിട്ടിട്ട് ഇരിക്കാം, ഓടാം, എല്ലാം ചെയ്യാം. കർത്താവിന്റെ കൃപ കൊണ്ട്. പിശാചിന്റെ ആഗ്രഹം വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കുക, ഈ നീരും പിടിച്ചു നടക്കുക. പക്ഷെ ഒറ്റയടിക്ക് നമുക്കറിയാം നീരൊന്നും ഒരിക്കലും ഒറ്റയടിക്ക് പറ്റിപ്പോകത്തില്ല. പക്ഷെ യേശു തൊട്ടാൽ ഇത് നമ്മുടെ തെളിവുണ്ട് കേട്ടോ, നമ്മുടെ തെളിവുണ്ട് കേട്ടോ. യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്ന തെളിവ് വെളിപ്പെടുത്തിയാൽ നീര് പറയും ഞാൻ കടലിൽ ചാടിപ്പോവാം. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക നമ്മള്. നീര് വറ്റിപ്പോയി, വേദന വടി കുത്തി നടന്ന ആള് പറയും ഇപ്പൊ ഓടാൻ പറ്റും, ചാടാൻ പറ്റും, നടക്കാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ, ആ തെളിവും വെച്ചോണ്ട് ചെക്ക് ചെയ്തേ. യേശുവിന്റെ പറഞ്ഞോട്ടെ. അതെ, കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. 1 മാസത്തോളമായി നീരും വേദനയും. അതുപോലെ ഉപ്പുറ്റിക്ക് ഭയങ്കര നീരായിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ മുട്ടിന്റെ വേദന മാറി, നീരും പറഞ്ഞു. എന്റെ കർത്താവ്, നിങ്ങൾ കേട്ടെ, ഇത്രയും നേരം വേദനയായിരുന്നു, നീരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തെളിവ്, അതാ ഞാൻ പറഞ്ഞ പ്രൂഫ്, തെളിവ് അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ നീരും കുറഞ്ഞു, വേദന പൂർണ്ണമായിട്ട് മാറി. സിസ്റ്ററെ പൂർണ്ണമായിട്ട് മാറി. കണ്ടോ? പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഹീലായി. ഇതാണ് യേശുവിന്റെ നാമത്തിൽ. തെളിവും വെച്ചോണ്ട് വേണം പറയാൻ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. അടുത്തയാള് ചെക്ക് ചെയ്തേ, ചാടി ചെക്ക് ചെയ്തേ. അടുത്തയാള് ആ തെളിവ് ദൈവസന്നിധിയിൽ കാണിച്ചവരെന്ന് വീണ്ടും നോക്കിക്കേ. അടുത്തയാള് അതിന് എന്റെ ലെഫ്റ്റ് മുട്ടിനും അതുപോലെ 2-3 ദിവസം കൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോഴും വേദനയായിരുന്നു. ഇപ്പോഴും യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം. നേരത്തെ ഡോക്ടർ തേയ്മാനം ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നു, കുറച്ച് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ ആ വേദന നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കുക, നല്ല വേദനയായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറുമ്പോ വേദനയായിരുന്നു. ഇപ്പൊ
ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നടന്നും ഒക്കെ നോക്കിയപ്പോ ഇപ്പൊ എനിക്ക് വേദന അവിടെ ഇല്ല. ഓ എന്റെ യേശു, നിങ്ങൾ കേട്ടെ, ഡോക്ടർ പറഞ്ഞതാണ് മുട്ടിന് തേയ്മാനമാണ്, നടക്കുമ്പോൾ മുട്ടിന്റെ അവിടെ സൗണ്ട് ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഡോക്ടർ കൺഫേം ചെയ്തത് തേയ്മാനം, അതിൽ ചുമ്മാ വേദനയല്ല, കൺഫേം ചെയ്തതാണ് തേയ്മാനമാണ്, മുട്ട് തേഞ്ഞിരിക്കുന്നു, വേദനയാന്ന്. ഇപ്പൊ സിസ്റ്റർ നടന്നു നോക്കിയിട്ട് വേദനയില്ല, ഇപ്പൊ വേദന തൊട്ട് നോക്കിയിട്ട് വേദനയില്ല. യേശുവിന്റെ നാമത്തിൽ കണ്ടോ പ്രിയരെ, തെളിവ് വെച്ചോണ്ട് പറയണം, ഇതെനിക്ക് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അദൃശ്യ ലോകത്തിലെ ദൈവരാജ്യത്തിൽ നിന്നും പിടിച്ചെടുക്കുക, തെളിവ് കാണിക്കുക. പിശാചിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല, തെളിവുള്ളവനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് അത്ഭുതം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അടുത്തയാള് തെളിവുള്ള ആരാ ഉള്ളത്? ചെക്ക് ചെയ്തേ, ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റി നോക്കിയോ? നിങ്ങള് വായിച്ചു നോക്കിയോ? ബൈബിള് വായിച്ചേ. ഇനി മുതൽ ബൈബിൾ വായിക്കാനൊക്കെ നമുക്ക് ആൾക്കാർ വേണം. ചെക്ക് ചെയ്തേ. മറ്റാരെങ്കിലും ഇപ്പൊ തെളിവായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേ, രോഗികളായിരിക്കുന്നവർ പറഞ്ഞേ, കൈ വെച്ചോണ്ട് പറഞ്ഞേ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമാണ്, എന്റെ വേദന യേശു വഹിച്ചതാ, കറക്റ്റാണ്, യേശുവിന്റെ രോഗം വഹിച്ചതാ, അതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. പറ, സൗഖ്യം എന്റെ അവകാശമാണ്, അത്ഭുതം എന്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ, കൽപ്പിച്ചേ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, പിടിച്ചെടുക്കുക. ചെക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പറഞ്ഞുകൊണ്ടിരുന്നേ, നിർത്തരുതേ. ഇപ്പൊ ഞാൻ ചോദിക്കും അടുത്തത്. ഇനി കേട്ടെ, എന്നുള്ളത് കർത്താവ് ഒരു ചിത്രം കാണിക്കുക, ഒരു റോസാപ്പൂവിന്റെ ചിത്രമുള്ള ഒരു ബുക്ക്. അതൊരു മേശപ്പുറത്ത് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, നേരെ വെച്ചേക്കുവല്ല, ചെരിഞ്ഞ് കിടക്കുക. അതിന്റെ വശത്ത് തന്നെ ഒരു വാച്ചു ഞാൻ കാണുന്നു. ഈ റോസാപ്പൂവിന്റെ ചിത്രമുള്ള ബുക്കുള്ള ഈ മേശയുടെ അടുത്ത് തന്നെ ഞാനൊരു വാച്ച് കാണുവാണ്. വാച്ച് ഊരി വെച്ചിരിക്കുകയാണ്. ആ വാച്ചിന്റെ ഉടമസ്ഥനെ കർത്താവ് തൊടുകയാണ്. ഇപ്പോൾ തന്നെ ഏത് വീട്ടിലാണോ ഈ അടയാളം കിടക്കുന്നത്, റോസാപ്പൂവിന്റെ ചിത്രമുള്ള ഈ ബുക്കും അതിനോട് ചേർന്നിരിക്കുന്ന വാച്ചും കിടക്കുന്ന വീട്, ഞാനിപ്പോ ആ ഭവനത്തിന്റെ അകം കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഉടമസ്ഥനെ കർത്താവ് ഇപ്പൊ തൊടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ആരാണോ അത് ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോ തന്നെ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണോ? വേഗത്തിൽ ആ മ്യൂട്ട് മാറ്റി പറയാനാണോ? അയ്യോ, പറയാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത പ്രിയരെ. അല്ല, കയ്യിൽ കെട്ടുന്ന വാച്ചാണ് ഞാൻ മേശന്റെ മേലെ വെച്ചിരിക്കുന്നത് ബ്രദറെ. സിസ്റ്ററുടെ വാച്ചാണോ അത്? എന്റെ വാച്ചാ അത്. ആ ബുക്ക് അവിടെ ഉണ്ടോ? പുസ്തകമുണ്ട്, ബൈബിളുണ്ട്, ബൈബിളിന്റെ മേലെ വെച്ചിരിക്കുന്നത് ബൈബിളുണ്ട്, ഒരു ബുക്കും ഉണ്ട് അവിടെ. ഈ റോസാപ്പൂ പോലത്തെ ചിത്രമുള്ളതാണോ അത്? അതിന്റെ മുകളിലെ ചിത്രമാണ് ഞാൻ ചോദിക്കുന്നത്. റോസാപ്പൂവിന്റെ ചിത്രമുള്ള ഒരു ബുക്ക്, അതിനോട് ചേർന്ന് നിൽക്കുന്ന വാച്ച്. ശ്രദ്ധിച്ചു കേട്ടോടെ അടയാളവേ, ആ ഭവനത്തിന്റെ അകത്തെ വ്യക്തിയോടാണ് ഞാനിത് പറയുന്നത്. അതാരാണോ ആ വ്യക്തിയോട് കർത്താവിനെ സംസാരിക്കുകയാണ്. ഇന്ന് ആ ശരീരത്തിന്റെ അകത്തും ജീവിതത്തിന്റെ അകത്തും ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. ലോർഡ് ജീസസ്. അതാണോ സിസ്റ്ററുടെ വീട്? അതാരാണോ അവര് മാത്രം മ്യൂട്ട് മാറ്റുക. വീടിന്റെ അകത്ത് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റുക, ഇല്ലെങ്കിൽ ആമേൻ പറയുക. സ്വാതന്ത്ര്യം ഉള്ളവര് ആണ് കേൾക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞതിനെ പിടിച്ചോ. കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ ഏറ്റെടുത്ത്, എന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, എന്റെ കർത്താവെ ഞങ്ങളുടെ അത്ഭുതം അവിടെ വ്യാപരിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നിമിഷം തന്നെ അത്ഭുത രോഗസൗഖ്യം ശരീരത്തിന്റെ അകത്ത് പ്രാപിച്ചവരുണ്ടോ? അടുത്തയാള് ചെക്ക് ചെയ്തവരുണ്ടോ? വേദനകളുടെ മേൽ ചെക്ക് ചെയ്തവരുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ തന്നെ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്റെ ശരീരത്തിന്റെ അകത്ത് അനുഭവിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നിർത്തരുത്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ആ തെളിവും പിടിച്ചുകൊണ്ട് പറ, ഇത് മേടിച്ചോണ്ടേ ഞാൻ അവിടുന്ന് പോകത്തുള്ളൂ. അദൃശ്യ ലോകത്തിൽ നിന്നും എന്റെ സൗഖ്യം ഞാൻ മേടിക്കും. എങ്ങനെയാണെന്നറിയാവോ? തെളിവുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നേ. ഓ ലോർഡ് ജീസസ്. ഇതിനുശേഷം ഞാൻ പിന്നെ ചോദിക്കുക, ചെക്ക് ചെയ്തവര് എന്താണോ നടന്നോ ചാടിയോ തുള്ളിയോ ഒക്കെ നോക്കുക, തിരിച്ചു മറിച്ച് നോക്കുക. ഇനി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നാളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. പ്രൂഫുമായിട്ട് ഒന്ന് സാക്ഷ്യം പറയണം.
ഇതിനിടയ്ക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞോണേ. എന്നെ ചോദിക്കുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞോണേ, ബ്രദറെ എനിക്കൊരു സൗഖ്യം നടന്നു, ധൈര്യമായിട്ട് പറഞ്ഞോണം. ലോർഡ് ജീസസ്, ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എനിക്കറിയാവുന്ന ഒരു പരിചയമുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ സമാനമായ ഒരു അടയാളമാണ് ഞാൻ കാണുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി ഇറങ്ങി ചെല്ലുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ 2 നില ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ അതായത് ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വഴിയുണ്ട്. ആ റോഡിൽ നിന്നാൽ റൈറ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. കേട്ടോണേ, റൈറ്റ് സൈഡിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ആ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു വീട്. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു കുറച്ചും കൂടെ ചെല്ലണം ഒരു വീട്ടിലോട്ട്. ഇടതുവശത്തോട്ടാണ് പിന്നെ ആ വ്യക്തിയുടെ ഭവനം. ഏത് വീടാണോ അത്, ഇന്ന് ആ ഭവനം ഏത് വ്യക്തിയുടെയാണോ, ഇന്ന് ഞാൻ വ്യക്തിയുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവ് പറയുന്ന ആൺ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ആ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? ബ്രദർ പറഞ്ഞത് മെയിൻ റോഡിലാണ്. ബസ് ഇറങ്ങുന്നിടത്തുനിന്ന് നേരെ ഞാൻ വലത്തെ സൈഡില് 2 നില വീടുണ്ട്. അത് കഴിഞ്ഞ് നേരെ മേളിൽ കയറി വരുമ്പം ബ്രദർ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ വരുന്ന സമയം ആ റോഡില് നേരെ ഇടത്ത് സൈഡായിട്ടാണ് വീട്. ആൺ തലമുറയുണ്ടോ വീട്ടില്? ഒരു മോനേ ഉള്ളൂ. ഇന്ന് തമ്പുരാൻ പുതിയവാ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ദൃഷ്ടിയിൽ നിന്നും തമ്പുരാൻ പുതിയവാ. അവന്റെ കണ്ണുകളെ പൊത്തി പ്രാർത്ഥിക്കുന്നപ്പോ ദുഷ്ടപിശാശേ നിന്റെ ദൃഷ്ടി മാറിപ്പോകട്ടെ. മറഞ്ഞിരിക്കുന്ന ദുഷ്ടപിശാശേ നീ എവിടെയൊക്കെ കെണി വെച്ചാലും ഞങ്ങൾ ആത്മാവിൽ അതിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാശന്റെ പദ്ധതികളെ വെട്ടിമാറ്റുന്നു. ആമേൻ പറഞ്ഞ സ്വീകരിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അഭിഷേകം കത്തട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയുടെ ഭവനത്തിന്റെ അകത്തൊരു അടയാളം കാണുവാണ്. നമ്മുടെ 5 രൂപയുടെ തൊട്ടുണ്ടല്ലോ, 5 രൂപ തൊട്ട്, 5 രൂപ തൊട്ട് ഒരു ജനാലയുടെ സൈഡ് വശം, അതായത് ജനാല ക്ലോസ് ചെയ്താൽ അകത്ത് ആ ക്ലോസ് ചെയ്തതിന്റെ താഴെയായിട്ട് ഈ 5 രൂപ തൊട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക. ആ സൈഡിൽ അതിരിക്കുമ്പോൾ തന്നെ ആ ജനാല തുറന്നാൽ കാണുന്നത് ഒരു കട്ടിലാണ്. ആ കട്ടിലിൻ്റെ കവർ ചെയ്ത് തന്നെ ഒരു അലമാര എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു ഭവനത്തിൻ്റെ അകമാണ് കാണുന്നത്. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒക്ടോബർ എന്നുള്ളൊരു മാസം എന്നെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഈ അടയാളം ഇപ്പോൾ ഉള്ള ഭവനം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ഈ തൊട്ടവിടെ ഇരിക്കുന്ന വീടിൻ്റെ അകം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിനെ ഓടിപ്പോയി ചെക്ക് ചെയ്ത് ആ ജനാലയുടെ സൈഡിൽ ആ 5 രൂപയുടെ തൊട്ട് വെച്ചിരിക്കുന്ന വീട് ഏതാണോ, ഇന്ന് ആ മുറി ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ബെഡ് അതായത് കട്ടിൽ കവർ ചെയ്തിട്ടാണ് മാറിയാണ് ഈ അലമാര അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏത് വ്യക്തിയുടെ ഭവനമാണ് പറഞ്ഞു? മോൻ കിടക്കുന്ന ആ ഭിത്തിയോട് ചേർന്നുള്ള ജനലിന്റെ ആ പടിയേല ഈ 5 രൂപ തൊട്ടിരിപ്പുണ്ട്. മോന്റെ കട്ടിൽ അതിനോട് ചേർന്നായിരിക്കുന്നേ. അതിനോട് തൊട്ടടുത്ത് തന്നെ അലമാരിയുണ്ട്. ഈ ജനലിയോട് ചേർന്ന അലമാരിയുമുണ്ട്. ഈ 5 രൂപ തൊട്ട് 2 5 രൂപ തൊട്ടുണ്ട്. ഈ ഒക്ടോബർ മാസം എന്നെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുക. ഒക്ടോബർ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുക. എന്റെ മോൾ ഒക്ടോബറിലുള്ളതാണ്, പക്ഷെ കുടുക്കയിലാണ് 5 രൂപ. അയ്യോ, കുടുക്ക അല്ല സിസ്റ്ററെ, ജനാലയുടെ സൈഡിൽ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മാസം വലിയൊരു ദൈവ പ്രവൃത്തി അവിടെ സംഭവിക്കുക. സിസ്റ്ററെ, ഈ 5 രൂപ തൊട്ട് അവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, ഇത് 2 5 രൂപ തൊട്ടുണ്ട്. 5 രൂപ തൊട്ട് ജനലിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. തൊട്ട് കാട്ടിലും ഉണ്ട്. അതിനിപ്പുറത്ത് കൽമാരിയും ഉണ്ട്. ഞാൻ ഒരു 5 രൂപ തൊട്ടേ കണ്ടുള്ളൂ കേട്ടോ.
ഇത് ഇരിക്കുന്നത് ഈ ജനലിന്റെ ഇപ്പൊ പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ജനലിന്റെ പടിയല്ല എങ്ങനെ പറയുന്നത്, അതിന്റെ തട്ടെന്നല്ല പറയുന്നത്, പടി എങ്ങനെയാ നമ്മൾ പറയുന്നത്. ജനാലെ അടച്ചു കഴിയുമ്പോൾ അകത്ത് നിന്നാണ് ഈ സംഭവം ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് പൊസിഷൻ അതിന്റെ. പൊസിഷൻ അത് തന്നെയാ. ജനാല അടച്ചു കഴിയുമ്പോൾ അകത്ത് കട്ടിലിനോട് ചേർന്ന ആരുടെ കട്ടിലാ സിസ്റ്ററെ അത്? മോന്റെ കട്ടില്. മോന്റെ കട്ടിൽ. ഈ അലമാരി അവിടെ തന്നെ ഉണ്ടോ? അലമാരി കട്ടിലിനോട് ചേർന്ന് ആ ജനലിനോട് ചേർന്നിരിപ്പുണ്ട്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഏതെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ എന്നുള്ളൊരു മാസം അവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഒക്ടോബർ മാസം ഏത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒക്ടോബർ മാസത്തിന് ബന്ധം, അതിൻ്റെ അകത്ത് അതുമായി റിലേറ്റ് ചെയ്തൊരു മിറക്കിൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശു. ദൈവത്തിന്റെ അത്ഭുതം തീ ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. നോക്കണവേ, നോക്കിയിട്ട് പറയണവേ നാളെ. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ, അത്ഭുതത്തെ കണക്ട് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ഈ ചെവിയുടെ താഴവശത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ചെവിയുടെ താഴവശം, അതായത് പെടലിയുടെ ഭാഗം, ചെവിയുടെ താഴവശം, മുകളിലോട്ടല്ല, താഴവശത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് തന്നെ കേൾക്കുന്നവരുണ്ടോ? ചെവിയുടെ താഴെ പെടലിയുടെ ഭാഗം, അവിടെ വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സൂമിൽ ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ബാക്കി. ഒരാളോ ഉള്ളോ? രണ്ട്. ഒന്ന് കൈ എടുത്ത് വെക്കാവോ? മ്യൂട്ട് മാറ്റല്ലേ. ഒന്ന് കൈ എടുത്ത് വെച്ചേ പ്രിയരെ, ഒന്ന് കൈ വെച്ച്. എന്റെ യേശുവേ, കൈയോടെ വെച്ച്. എന്റെ കർത്താവേ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞ്, എന്റെ രോഗം മാറാൻ വേണ്ടി വില യേശു കൊടുത്തെന്ന് പറ. യേശുവിന്റെ അടിപ്പിണരുകളാൽ, തിരുമുറിവിനാൽ എന്റെ ഈ വേദന മാറിയിരിക്കുന്നു. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേലെ അവകാശമില്ലെന്ന് പറ. ആത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. എന്റെ യേശുവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രിയമക്കൾക്ക് വേണ്ടി അത്ഭുതത്തെ ഡിക്ലെയർ ചെയ്യുന്നപ്പോ ആ രോഗസൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. ആ ശരീരത്തിന്റെ മേൽ, ആ പെടലിയുടെ മേൽ, ഞരമ്പിന്റെ മേൽ വേദനകളെ യേശു വഹിച്ചതുകൊണ്ട്, യേശു ചുമന്നതുകൊണ്ട് കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ മുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ ആത്മാവിന്റെ തീ അവിടെ കത്തുന്നല്ലോ. Healing power is moving in the name of Jesus Christ. The power of healing is moving. ആ കൈ അവിടെ വെച്ച് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, ആ വേദനയെ വേരോടെ പിഴുതു മാറ്റുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ അപ്പ സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദിയപ്പ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്യാവോ? എന്തുവാ അവിടെ വ്യത്യാസം? ഒന്ന് ചെക്ക് ചെയ്താ. പെടലി തിരിച്ചു മറിച്ചു നോക്കിക്കേ. ആ പെടലി ഒന്ന് തിരിച്ചു മറിച്ചു വന്ന് നോക്കിക്കേ. എന്തുവാ വ്യത്യാസം? പ്രാർത്ഥിച്ചവര് പ്രാർത്ഥിക്കുമ്പോ ഒരു ഭാരം വന്നിട്ടുണ്ടായിരുന്നു കഴുത്തിന്. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യത്തിന്? റിലീസായി ബ്രദറെ. ഇപ്പൊ റിലീസായി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. അതുപോലെ വലത്തെ കൈയുടെ മുട്ടിന് എല്ലിന് വേദന ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഈ ഇടത്തെ കൈക്ക് നീർക്കെട്ടുണ്ട്, അത് പോയിട്ടില്ല. എന്നാ വലത്തെ കൈ ആ സൗഖ്യമായ കൈ വെച്ചുകൊണ്ട് തന്നെ അപ്പുറത്തെ കൈയെ കൈ വെച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഈ കൈയോട് ഞാൻ കൽപ്പിക്കുന്നു, സൗഖ്യം എന്റെ അവകാശമാണെന്ന് കൽപ്പിച്ച് ആ സൗഖ്യം നടന്ന കൈ എടുത്ത് വെച്ച് ആ സൗഖ്യം നടക്കാത്ത കൈയുടെ മേലോട്ട് വെച്ചിട്ട് കൽപ്പിച്ച്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പാ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. കേട്ടെ, ഇന്ന് ആ വേദന, ഇപ്പൊ പെടലി വേദന ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാര്, പ്രാർത്ഥിച്ച ആൾക്കാര്, ചെക്ക് ചെയ്തവര് ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ, വേഗത്തിൽ മ്യൂട്ട് മാറ്റിക്കേ. എന്നാ വ്യത്യാസം കഴുത്തേല്? എന്നാ ഫീൽ ചെയ്യുന്നു നിങ്ങക്ക്? അയ്യോ, എന്തേ പ്രാർത്ഥിച്ചവരെന്തേ? പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞ്, അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ. എന്താ വ്യത്യാസം? പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ വ്യത്യാസം? കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല വേദനയായിരുന്നു. ഇപ്പൊ ഏതാ? കഴുത്തിന്റെ അവിടുന്ന് വേദനയായിരുന്നു. ഇപ്പൊ ശകലം വ്യത്യാസമുണ്ട് ബ്രദർ. വ്യത്യാസം വന്നു കഴിഞ്ഞു.
വ്യത്യാസം വന്നവര് ആളി കത്തിക്കുക. സൗഖ്യം നടന്നവര് കഠിന വേദനയ്ക്കകത്തുനിന്ന് വ്യത്യാസം വന്നവര് വേണം പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. അടുത്തയാള് ചെക്ക് ചെയ്ത്. എനിക്ക് കുറച്ച് കുറവുണ്ട് പാസ്റ്ററെ. കുറച്ച് കുറവുള്ളവര് ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് പൂർണ്ണ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടി പോവാ. കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പൂർണ്ണ സൗഖ്യം വേണം പറ. വേണം പൂർണ്ണ സൗഖ്യം വേണം. പൂർണ്ണ സൗഖ്യം വേണം. അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്തയാള് ചെക്ക് ചെയ്തേ. പറഞ്ഞുകൊണ്ടിരുന്നേ. ഇതിനുശേഷം ഞാൻ ചോദിക്കുവേ. ഇപ്പം പ്രാർത്ഥിച്ചപ്പോ എനിക്കൊരു വ്യത്യാസം വന്നു, എനിക്കൊരു അത്ഭുത സൗഖ്യം, പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയുന്ന ആരെങ്കിലും? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? എന്റെ ശരീരത്തിൽ പൂർണ്ണമായൊരു വ്യത്യാസം വന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇതിന്റെ അകത്ത്? കേൾക്കുന്നുണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ 6301 എന്റെ മോന്റെ ബർത്ത്ഡേ നമ്പറാ ബ്രദറെ. 63 എന്നുള്ളത് 01 എന്നുള്ളത് എന്റെ മോന്റെ ബർത്ത്ഡേ നമ്പർ. അവൻ ഒരു 6 മാസമായിട്ട് ജോലിക്ക് വേണ്ടി നോക്കിയിട്ടിരിക്കും, ഒന്നും ശരിയാകുന്നില്ല ബ്രദറെ. അത് ഏറ്റെടുത്തോ സിസ്റ്ററെ. ഒരേ ആലോചന ഒരേപോലെ വരുന്നവര് ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ അത്ഭുതം ദൈവത്തിന്റെ അത്ഭുതം കർത്താവ് അവിടെ വെളിപ്പെടുത്തും കേട്ടോ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. ബ്രദറെ, റോസപ്പൂവിന്റെ പടമുള്ള ഒരു ബുക്ക് എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ വീട്ടിലുണ്ട് ബ്രദറെ. ഞാൻ അതിന്റെ തൊട്ടടുത്ത് അലമാരിയുടെ തട്ടയില് വാച്ചും ഉണ്ടായിരുന്നേ. ഞാനത് ഏറ്റെടുക്കുക. മോന്റെ വാച്ചാണേ. ഈ റോസാപ്പൂവിന്റെ ചിത്രമുള്ള ബുക്ക് സിസ്റ്ററുടെ വീട്ടിലല്ലേ? അതെ, ബുക്ക് എന്റെയാണ്, വാച്ച് മോന്റെയാണ്. ഈ ബുക്കിന്റെ അടുത്തുള്ള വാച്ചാ ഞാൻ കണ്ടത്. ആ വാച്ചിന്റെ ഉടമസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടിയ നിയോഗം. അപ്പൊ ആ വാച്ചിന്റെ ഉടമസ്ഥ മോനാ അല്ലേ? അതെ. ഇന്ന് കർത്താവ് തൊടുക കേട്ടോ. സിസ്റ്റർ, ഞങ്ങൾക്ക് ഈ ബുക്ക് വല്ലതും കാണാൻ വല്ല വഴി ഉണ്ടായിരുന്നോ ഈ പറയുന്നതിന് മുമ്പ്? കർത്താവ് നമുക്ക് പ്രൂഫ് നമുക്ക് തരുന്നുണ്ടോ? യേശു മകനെ തൊടുക കേട്ടോ. കർത്താവ് അവനെ സ്പർശിക്കുക. ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഉണ്ടാവുക സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. മറ്റാരെങ്കിലും സൗഖ്യം പറയാനാണോ? ഹലോ, പറഞ്ഞു ബാലകൃഷ്ണനാണ്. പറഞ്ഞു ബ്രദറെ. ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ കേൾക്കാറ്. ഞാനിപ്പം വണ്ടി ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. എനിക്ക് ഹെൽമെറ്റ് വയ്ക്കാൻ നേരത്തെ ഈ ചെവിയുടെ താഴെയായിട്ട് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചു നോക്കി. അപ്പൊ ഇപ്പൊ എനിക്ക് ആ വേദനയില്ല. ദൈവം കർത്താവ് പൂർണ്ണമായിട്ടും എന്ന് തുടങ്ങിയ ബ്രദറെ വേദന? ഏതാണ്ട് ഒരു മാസം കൊണ്ട് വന്നിരിക്കുക. അതായത് ഹെൽമെറ്റ് വെക്കുമ്പോ ഹെൽമെറ്റ് വെക്കുമ്പോൾ കൂടുതൽ വേദന. പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് തല ഉയർത്തി വയ്ക്കാൻ നേരത്തെ വേദന ഉണ്ട്. ഇപ്പൊ പറഞ്ഞ കണക്ക് ഈ പെടലേക്ക് ചെവിയിൽ താഴെ പെടലിൽ സൈഡിലായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇന്ന് എനിക്കിത് കേൾക്കാൻ ഞാൻ ഷോപ്പ് അടച്ചാൽ ഞാൻ എന്റെ ഹെൽമെറ്റ് സൈഡിൽ വെച്ച് ഞാൻ കേട്ടോണ്ടാ ഞാൻ ഇപ്പൊ വണ്ടിയെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ ചെവിയുടെ താഴെ പെടലേക്ക് വരുന്ന ഒരു പ്രാർത്ഥന വയ്ക്കാൻ ഞാൻ കൈ വെച്ചെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ഹെൽമെറ്റ് വെച്ച് ഓടിച്ചപ്പോ ആ വേദന മാറി. ഇപ്പൊ തോന്നുന്നു കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവ് അത്ഭുതം ചെയ്ത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ആ വേദനയായിരുന്നവിടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ കഴുത്തിന്റെ ചെവിയുടെ താഴോട്ട് ആ വേദന ഉണ്ടായിരുന്നു. അത് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമായിട്ട് മാറി. ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി പ്രിയരെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ബാക്കി സാക്ഷ്യങ്ങള് നിങ്ങൾ പിന്നീട് പറയുക, നാളെ തന്നെ പറയുക. ചെക്ക് ചെയ്യണം പ്രിയരെ, ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നിർത്തരുത് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുകയേ ചെയ്യരുത്. എല്ലാ ദിവസവും വിശ്വാസ പ്രഖ്യാപനം പറയണം. ഇന്നു മുതൽ പറഞ്ഞ പൂർണ്ണ സൗഖ്യം. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാണ്.
ഈ ദിവസങ്ങളിൽ വിതയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവരെ നമുക്ക് മുന്നോട്ട് പല ഇടങ്ങളിലും പല പട്ടണത്തിലും പ്രയർ സ്റ്റേഷൻ, ഇനിയിപ്പം നമ്മൾ മെയ് മാസം ജൂൺ മാസത്തിലോട്ട് കയറുമ്പോൾ മാക്സിമം സ്ഥലങ്ങളിൽ കവർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പട്ടണങ്ങളിൽ കർത്താവിൻ്റെ പ്രയർ മീറ്റിങ്ങുകൾ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. അനേക രോഗികൾ സൗഖ്യമാകേണ്ടതുണ്ട്. തകർന്ന ഭവനങ്ങൾ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ദൈവം തന്ന നിയോഗമായ പ്രയർ സ്റ്റേഷൻ നമ്മൾ ഓരോ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുവാണ്. അതിൻ്റെ സുവിശേഷ വേലയ്ക്കായിട്ട് വിതച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും വിതയ്ക്കണം കേട്ടോ, നിർബന്ധത്താലല്ല, അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കണം. മുന്നോട്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നോട്ട് ചെയ്ത് തരുക. സാലറികൾ കിട്ടുമ്പം, ശമ്പളം കിട്ടുമ്പം പ്രാർത്ഥിച്ചിട്ട് ഓഹരികൾ മാറ്റിവെക്കുക. ഇത് മാറ്റിവെക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞാൻ ഇത്രയും കൊടുത്തു, ഇനി എനിക്ക് അധികം കൊടുക്കുവാൻ എന്നെ വർദ്ധിപ്പിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുവാണേ, നിങ്ങൾ ദശാംശങ്ങളായിക്കോട്ടെ, സ്തോത്രകാഴ്ചകളായിക്കോട്ടെ, ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, ഇന്നലെ കൊടുത്തതിൻ്റെ ഇരട്ടി കൊടുക്കുവാൻ ദൈവം വഴി തുറക്കും. പല ആൾക്കാരും പറയും ഇത് പിടിച്ചു പറിക്കുവാണ്, അങ്ങനെ അല്ലല്ല പ്രിയരെ. കർത്താവിൻ്റെ നാമത്തിൽ നാം കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. ദൈവരാജ്യത്തിൽ ഇതിന് കണക്കുണ്ട്, ദൈവരാജ്യത്തിൽ ഇതിന് തെളിവുണ്ട്. ഇതിനെല്ലാം കർത്താവ് അമർത്തി കുലുക്കുന്ന ഒരളവ് മടിയിൽ തരും. ഞാൻ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നപ്പോൾ അവർ ജോലിയെ അനുഗ്രഹിക്കുന്നു, അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നപ്പോൾ വിതച്ചവരെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് ഒരു പൈസ പോലും ഹോസ്പിറ്റലിലോ നാശത്തിലോ നഷ്ടത്തിലോ പാഴായി പോകത്തില്ല. ഒരു നന്മ പോലും മിറക്കിൾ മണിയെ റിലീസ് ചെയ്യും. ധനവും മാനവും പുരാതന സമ്പത്തും തുറന്നു വരട്ടെ. മറവിടങ്ങളിലെ ഗുപ്തനിധികളും ഇരുട്ടിലെ നിക്ഷേപങ്ങളും തുറന്നു വരട്ടെ. അപ്പം ദുഷ്ടന്റെ അവകാശം, ദുഷ്ടന്റെ സമ്പത്ത് നീതിമാന്റെ അവകാശമാണല്ലോ. അപ്പം സമുദ്രത്തിലെ നന്മകൾ എത്തിച്ചേരട്ടെ അവരിലേക്ക്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയുണ്ടാകട്ടെ, കയ്യിൽ സമ്പത്ത് വാരട്ടെ. വായ്പ മേടിക്കത്തില്ല പ്രിയരെ, വാരി വിധ ഞാനിത് റിലീസ് ചെയ്യുവാണ്. അസാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകളെ വെട്ടിമാറ്റുന്നു. 2027 പുതിയ ഭവനങ്ങൾ കിട്ടട്ടെ, വീടുകൾ ഉണ്ടായി വരട്ടെ, സ്ഥലങ്ങൾ, നിലങ്ങൾ ഉണ്ടായി വരട്ടെ. കർത്താവ്, ഞാൻ പിന്നെ നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ദിവസങ്ങളിൽ എറണാകുളത്ത് നമുക്കൊരു പ്രയർ സ്റ്റേഷന് നമുക്കൊരു റൂം ആവശ്യമാണ്, ഹോളോ റൂമോ. ഓരോ പട്ടണത്തിലും നമുക്ക് ട്രിവാൻഡ്രത്ത് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, അന്വേഷിക്കണം കേട്ടോ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി. ഇനി അത് സ്പോൺസർ ചെയ്യുവാൻ, പ്രത്യേകിച്ച് എനിക്കൊരു ഹോളുണ്ട് ബ്രദറെ, എനിക്കൊരു മുറിയുണ്ട്, അത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹമുണ്ട്, അതിന് റെൻ്റായിട്ടോ അല്ലാതെയോ, അത് നിങ്ങൾ എന്നെ പ്രയർ ലൈനിൽ ബന്ധപ്പെടുക. ഉടനെ തന്നെ അതെല്ലാം അന്യഭാഷാ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ എല്ലായിടത്തും ഓരോ പട്ടണത്തിലും അന്യഭാഷാ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറുള്ളവർ അറിയിക്കുക, പ്രയർ ലൈനിൽ വിളിക്കുക. സഹോദരങ്ങൾ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച്